റിയാസാണ് ലോസ് ആഞ്ചൽസിൽ നിന്ന്. ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ ഇവിടെ ലോസ് ആഞ്ചൽസിൻ്റെ പല ഏരിയയിലും കാട്ടുതീ, അതുപോലെ തന്നെ സിറ്റിനോട് അടുത്തുള്ള ഈ തീയൊക്കെ തുടങ്ങിയിട്ട് 5ാമത്തെ ദിവസമാണ്. ജനുവരി 7-ാം തീയതി തുടങ്ങി. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ജനുവരി 12-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്കാണ്. ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ ആകാശം വളരെ ക്ലിയറായിട്ടുണ്ട്. നമ്മുടെ ഈ കാണുന്നത് ഈറ്റൻ ഫയർ തുടങ്ങിയ സ്ഥലമാണ്. ആ മലയുടെ തൊട്ടിപ്പുറം വലിയൊരു ഫ്രീവേ ഉണ്ട്. ആ ഫ്രീവേയിലൂടെ നമ്മൾ ഇന്നലെ യാത്ര ചെയ്തിരുന്നു അങ്ങോട്ടേക്കാണ് ലോസ് ആഞ്ചൽസ് വരുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30-ക്കാണ് ഇവിടെ ഈറ്റൻ ഫയർ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആ സമയത്ത് ആ ഫ്രീവേയിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ഫയർ അവിടെ സ്റ്റാർട്ടായത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് അതൊരു ബിൽഡിംഗ് കത്തണയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാറുണ്ട് കത്തി. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പക്ഷേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ഇന്ന് വളരെ നല്ലൊരു എന്താ പറയുക, നമ്മൾ സാധാരണ കാണുന്ന ഒരു ആകാശമാണ് ഇപ്പോൾ നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. നല്ല ക്ലിയർ സ്കൈ എല്ലാം, അതുപോലെ തന്നെ കാറ്റിനൊക്കെ നല്ല ശമനമായിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ന് ഇത്രയും ദിവസം ചെറിയ പുകയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ അവിടെ ഫയർ വന്നിട്ട് ആ മലയിൽ മൊത്തം ഇവിടെയാണ് കുറച്ച് കത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കത്തിയിരിക്കുന്ന പോർഷൻ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ചാരം കിടക്കുന്ന പോലെ കാണാം നമുക്ക്. ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇവിടെ അധികം മരങ്ങളില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മരങ്ങൾ കാണാൻ പറ്റും. പിന്നെ ആ ഭാഗത്താണ് പിന്നീട് കത്തിയിരിക്കുന്നത്. അവിടെയും കുറച്ച് കരിഞ്ഞിരിക്കുന്ന ഒരു മേഖല ഏരിയ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗൺ, അപ്പോൾ എല്ലാവരുടെ ഒരു ആശങ്കയാണ് ലോസ് ആഞ്ചൽസ് സിറ്റിയിൽ. ഇന്നലെ നമ്മൾ ചെയ്തിരുന്ന വീഡിയോയിൽ നമ്മൾ ലോസ് ആഞ്ചൽസ് കാണിച്ചിട്ടില്ല എന്നാണ് പലരുടെയും ധാരണ. ലോസ് ആഞ്ചൽസിൻ്റെ എല്ലാ മേഖലകളിൽ കൂടി നമ്മൾ ഇന്നലെ പോയി. അപ്പം ലോസ് ആഞ്ചൽസിൻ്റെ ഡൗൺ ടൗണും പിന്നെ പറ്റുകയാണെങ്കിൽ ഇത് ശരിക്കും അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് പോകാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. നമ്മൾ പോകുന്ന വഴിയിൽ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പലരും നമ്മളത് മനഃപൂർവ്വം കാണിക്കാത്തതാണ് എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ചാനൽ, TV ചാനൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി TV കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല. ലോസ് ആഞ്ചൽസ് മൊത്തം കത്തിപ്പോയി എന്നുള്ളതാണ് എല്ലാവരുടെയും വിചാരം. കണ്ടില്ലേ, സാധാരണ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനപ്പോൾ വണ്ടിയിൽ കയറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ എല്ലാവരും ന്യൂസിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങുകൾ ശക്തമായി കത്തിപ്പോയ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ അൽട്ടഡീന എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഈറ്റൻ ഫയർ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ ഇപ്പം അവിടെ അമേരിക്കയുടെ കാലിഫോർണിയയുടെ നാഷണൽ ഗാർഡ് അവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന കാണാം. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റുള്ളൂ ഇവിടം വരെ. നമുക്കിനി അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റില്ല. ദൂരെ നിങ്ങൾക്ക് ചാരം കിടക്കുന്ന എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഫയർ പോയി, ഇവരെല്ലാവരും നോർമൽ രീതിയിലേക്കായി. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു റൂട്ടിലേക്ക് റൈറ്റിലേക്ക് കയറിയാലാണ് നമുക്ക് കത്തിയ ഭാഗങ്ങൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ പോലീസിനെ കണ്ടു. ആ വഴി അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാലും അവിടെ കത്തിയിട്ടുണ്ട്. ഇവിടെയും പോലീസ് കിടക്കുന്നുണ്ട്. എല്ലായിടത്തും പോലീസിന് കിട്ടുന്നത്. ഇവിടെയാണ് ഈറ്റൻ ഫയർ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തി കാണാൻ പറ്റുമെന്ന് നോക്കാം. എല്ലായിടത്തേക്കും കൂടെയും പോലീസ് നിർത്തിയേക്കാണ്. കാരണം ഇവിടെ ഈ ആളുകൾ മോഷണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും പോലീസ് നിൽക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് കയറുന്ന ഓരോ വഴികളും പോകുന്നത് ഈ മലയിലേക്കാണ്. അപ്പോൾ എല്ലാ പോസ്റ്റിലും പോലീസ്, റൈറ്റിലേക്കുള്ള എല്ലാ പോസ്റ്റിലും പോലീസ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവർക്ക് പോലീസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അകത്തേക്ക് പോകാൻ അറിയട്ടോ. അവരവിടുത്തെ ആളായിരിക്കും, അവിടെ താമസിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട അർജൻറ്റ് ഉണ്ടാവും. നമ്മളിന്ന് വണ്ടി നിർത്തിയതാണ്. അവിടെ മല കത്തി കിടക്കുന്നത് കാണാം. അപ്പോൾ അവിടെ മലയാണെങ്കിൽ അതിൻ്റെ താഴെ ഇതുപോലെ വീടുകളുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന വീടുകൾക്കാണ് ഈ ഒരു ഫയറിൻ്റെ പ്രോബ്ലം വരുന്നത്. പോലീസുകാർ നിൽക്കുന്നുണ്ടോ? നാഷണൽ ഗാർഡാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ വീടിനോട് അടുത്തുള്ള ഏരിയ ആണ് കേട്ടോ. അതായത് 10 മിനിറ്റ് പോലും ഇല്ല ഇവിടെ എത്താനായിട്ട്. ഓരോ പോക്കറ്റ് റോഡിലും റൈറ്റ് സൈഡിൽ പോലീസുകാരും നാഷണൽ ഗാർഡും അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. നിലവിൽ ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഫയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങിയ ഏറ്റവും വലിയ പാലിസൈഡ് ഫയറും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട ഈറ്റൻ ഫയറും
കൂടാതെ ഹേഴ്സ്റ്റ് ഫയർ എന്ന് പറയുന്ന 3 ഫയറാണ് ലോസ് ആഞ്ചലസ് കൗണ്ടിയിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. പാലിസൈഡ് ഫയറും ഈറ്റൺ ഫയറുമാണ് ഏറ്റവും വലുത് ഡാമേജ് ഉണ്ടാക്കിയത് കാര്യമായിട്ട്. പസഫിക് പാലിസൈഡ് ഏരിയയിൽ വന്ന പാലിസൈഡ് ഫയറിൻ്റെ ആണെങ്കിൽ 23,713 ഏക്കറാണ് നിലവിൽ കത്തി നശിച്ചു പോയത്. ഈറ്റൺ ഫയറിലാണെങ്കിൽ 14,100 ഏക്കർ. മൊത്തം ഇതുവരെ ലോസ് ആഞ്ചലസ് കൗണ്ടിയിൽ ഒരു 40,000 ഏക്കർ ഭൂമി കത്തി നശിച്ചു പോയിട്ടുണ്ട്. കൂടുതൽ ഈ ഏക്കർ എന്ന് പറയുമ്പോൾ കൂടുതലും പോയിരിക്കുന്നത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അതിൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ഫൂട്ട് ഹിൽസിൻ്റെ താഴെയുള്ള വീടുകൾ, അല്ലെങ്കിൽ ചില ഏരിയയിൽ മലയുടെ മുകളിലുള്ള വീടുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് കത്തിയിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ കണ്ട ഈ ഈറ്റൺ ഫയർ, ഇത് രണ്ടാമത്തെ വലിയ ഫയറായിരുന്നു. ഇത് 1/3 ഓൾറെഡി അവർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു. അതായത് 27% ഇത് കണ്ടെയ്ൻമെൻ്റ് ആയിട്ടുണ്ട്. പസഫിക് പാലിസൈഡ് ഫയർ ഇതുവരെയും 11% മാത്രമേ അവർക്ക് കണ്ടെയ്ൻമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതുവരെ 16 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 16 പേര് മിസ്സിംഗ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കത്തിയ പ്രദേശങ്ങളിലൂടെയുള്ള എന്താ പറയുന്നത് മോഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 29 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴൊരു വലിയ റോഡാണ്, അത് ഫുള്ള് മിലിറ്ററി വണ്ടികൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതാ ആ ഏരിയയിലൊക്കെ ചെറുതായിട്ട് തീ കത്തി പോയിട്ടുണ്ട്. ബിൽഡിംഗ് കത്തിയ ഏരിയയിലേക്ക് പോകാനാണ് നമ്മൾ നോക്കുന്നത്, പക്ഷെ അവിടെ എത്താൻ പറ്റുമോയെന്ന് അറിയില്ല. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു കത്തിയ ബിൽഡിംഗ് ആണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ കത്തിയ ബിൽഡിങ്ങിൻ്റെ അടുത്തൂടെ പോകുന്നത്. ഇതാ റൈറ്റിൽ കാണുന്ന നിർത്താൻ പറ്റില്ല, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് നിർത്തണേന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതാ ഈ ബിൽഡിങ്ങുകൾ കത്തിയ ഏരിയ ആണ്. ഇവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 15 മിനിറ്റ് പോലും ഇല്ല കേട്ടോ ഈ ഏരിയയിലേക്കൊക്കെ. അപ്പം അൽട്ടഡീന ഡ്രൈവ് ഇവിടെ റൈറ്റിലേക്ക്, ഇതിപ്പോൾ നമ്മൾ കത്തിയ ഏരിയയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് എത്താൻ പറ്റുന്നത്. അപ്പം ഇവിടെയൊക്കെ ഉണ്ട്, മുകളിലേക്ക് ആളെ വിടുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് കത്തിയത് കാണാൻ പറ്റുന്നില്ല. ഈ ഏരിയയിൽ കത്തിയ ഭാഗങ്ങളുണ്ടാവും. ഇനിയും ഒരുപാട് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ആ ഏരിയകൾ കൂടുതൽ വരുന്നത്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് ഭാഗം പറയുകയാണെങ്കിൽ ഒരു 60-75 കിലോമീറ്റർ ലെഫ്റ്റ് പോകുമ്പോൾ ഫുള്ള് സിറ്റിയാണ്. അതൊക്കെ ലോസ് ആഞ്ചൽസിൻ്റെ ഭാഗമാണ്. ഈ റൈറ്റിലേക്ക് ഈ നമ്മളിപ്പോൾ കണ്ട മലകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അങ്ങോട്ട് ഫോറസ്റ്റാണ്. പിന്നെ അങ്ങോട്ട് സിറ്റികളെ ഇല്ല എന്ന് തന്നെ പറയാം. ലെഫ്റ്റിൽ ഭാഗത്ത് ഇവിടെ തീയില്ല, അവിടെയാണ് ജനവാസ മേഖല. ഇപ്പോൾ ഈ റൈറ്റ് ഭാഗത്ത് ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന തീയാണ് ഇപ്പോൾ നമ്മൾ കണ്ട് അവിടെയൊക്കെ കത്തിപിടിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് അനുഭവിച്ച മേഖലകൾ കാണാനാണ് പോകുന്നതെങ്കിലും മനസ്സിൽ ഇത് കാണാതിരിക്കട്ടെ എന്നാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട്. കാരണം നമ്മളെപ്പോലെയുള്ള ആളുകൾ, ഇവിടെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പാവങ്ങളാണ്. അവർക്ക് നമ്മൾ ന്യൂസിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം അവർക്ക് വീട് ഒരു $3 ലക്ഷം വീടോ ഒക്കെ ആയിരിക്കും. വീടിൻ്റെ മാത്രം കൺസ്ട്രക്ഷൻ കോസ്റ്റായിട്ടാണ് ഞാൻ മിനിമം പറയുന്നത്. 3 ലക്ഷം ടു ഒരു 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ആ വീട് പോയതിലൊന്നുമല്ല ഇവർക്ക് സങ്കടം. ഇവർക്ക് പോയത്, ഇവർക്ക് നഷ്ടം, ഇവരുടെ സങ്കടവും ഇവരുടെ കുട്ടികളുടെ, ഇവർ എല്ലാവരും തന്നെ കൂടുതലും പ്രായമായ ആളുകളാണല്ലോ. അപ്പോൾ ഇവരുടെ മക്കളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് നഷ്ടപ്പെട്ടത്, അവരുടെ എന്താ പറയുന്നത്, അവരുടെ ഫോട്ടോസ് നഷ്ടപ്പെട്ടത്, അവരുടെ വിവാഹ ഫോട്ടോസ് നഷ്ടപ്പെട്ടത്, ഇതൊക്കെയാണ് ഇവർക്ക് തീർത്താൽ തീരാത്ത സങ്കടം, അവരുടെ വിഷമം അതാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്രയും വാല്യൂ ആയിട്ടാണ് അവർ ഈ ഒരു സംഗതികളെയൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. പൈസ പോയത് ആർക്കാണെങ്കിലും പിന്നീട് ഉണ്ടാക്കാം അല്ലേ, പക്ഷേ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം നമ്മളും അതുകൊണ്ട് ഇതിനെ പറയുമ്പോൾ, നിങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം വിചാരിക്കുക, നമുക്ക് ഇവിടെ ആളുകൾക്ക് ലൈഫ് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഈ അപകട മേഖലകളിൽ ഏറ്റവും ആശ്വാസമായിട്ടുള്ള കാര്യം. ഏകദേശം 14,000-ഓളം പേരാണ് ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 7,500 പേര് ഈ എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. അതിൽ തന്നെ ഏകദേശം 1,350-ഓളം ഫയർ ഫൈറ്റേഴ്സ് തന്നെ ഈ ഒരു 2 മെയിനായിട്ടുള്ള ഫയർ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 84 എയർക്രാഫ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു സജ്ജീകരണം തന്നെ ഇവിടെയുണ്ട്.
കാലിഫോർണിയനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ US തന്നെ 9 സ്റ്റേറ്റിൽ നിന്നുള്ള ഫയർ ഫൈറ്റേഴ്സും അതുപോലെ തന്നെ എമർജൻസി റെസ്പോണ്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മെക്സിക്കോയിൽ നിന്നുള്ള ഫയർ ഫൈറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കാനഡയുടെ സൂപ്പർ സ്കൂപ്പർ എന്ന് പറഞ്ഞിട്ട് എയർക്രാഫ്റ്റുകളും ഉണ്ടായിരുന്നു ഫയർ അണയ്ക്കാനായിട്ട്. നമ്മൾ വന്ന വഴിയിൽ തന്നെ ഒന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ബിൽഡിങ്സുകൾ മേജറായിട്ട് ഇവിടുത്തെ ഫയറിൽ കത്തിപ്പോയ ബിൽഡിങ്ങുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാം. ഒന്ന് മക്നല്ലി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കത്തിപ്പോയിട്ടുണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിക് പ്ലേസാണ്. അതുകൂടാതെ ആൽറ്റഡീന ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. അതുകൂടാതെ ആൽറ്റഡീന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് മൊത്തം സംഭവിച്ചിരിക്കുന്നത്, ഈ ഈറ്റൻ ഫയറിൻ്റെ ഏരിയയിൽ. അപ്പം ആൽറ്റഡീന കമ്മ്യൂണിറ്റി ചർച്ച് ഫയറിൽ ബേൺ ആയിട്ടുണ്ട്. ആൽറ്റഡീന സീനിയർ സെൻറ്റർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബണ്ണി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള, അവർക്ക് മറ്റേ എന്താ പറയുന്നത് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്, അത് ബേണായിപ്പോയി. കൂടാതെ ഫോക്സ് റെസ്റ്റോറൻറ്റ്, പിന്നെ മസ്ജിദ് അൽ തക്വ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ ഇവിടെ അടുത്താണ്, നമ്മളീ പോകുന്ന വഴിയിൽ അടുത്താണ്. കൂടാതെ പസഡീന ജൂയിഷ് ടെമ്പിൾ ആൻഡ് സെൻറ്റർ, അത് 80 വർഷമായിട്ടുള്ളതാണ്. ഈ മസ്ജിദ് തക്വ 30 വർഷമായിട്ടുള്ളതാണ്. കൂടാതെ നമ്മുടെ പാലിസൈഡ് ഫയറിൻ്റെ ഏരിയയിലാണെങ്കിൽ ടോപ്പങ്ക റാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടലുണ്ട്, അത് കത്തിപ്പോയി. വിൽ റോഗേഴ്സ് റാഞ്ച് ഹൗസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് കത്തിപ്പോയ സ്ഥലങ്ങൾ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന പസഡീന ജൂയിഷ് ടെമ്പിൾ ആൻഡ് സെൻറ്ററും, പിന്നെ അതുകൂടാതെ നമ്മുടെ മസ്ജിദ് അൽ തക്വ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ തൊട്ട് ചേർന്ന് നമുക്ക് ഏറ്റവും പോണ വഴിയിൽ ഏറ്റവും അടുത്തുള്ളതാണ് ഈ ജൂയിഷ് സെൻറ്റർ. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് മസ്ജിദ് അൽ തക്വയുടെ അവിടെ ഒന്ന് പോയി നോക്കാം. അതുകൂടാതെ നമ്മുടെ ഇവിടെ ചർച്ചിനും ഇത് വന്നിട്ടുണ്ട്, അതും ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ കാണുന്നത് വളരെ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററിയാണ്. ഇവിടെ ഐൻസ്റ്റീനൊക്കെ പണ്ട് വന്നിരിക്കുന്നതാണ്. 1920 പണിതതാണിത്. അതായത് ഇവിടെ നിന്ന് പല ബഹിരാകാശ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ വേണം. നമ്മൾ ലോസ് ആഞ്ചൽസിൻ്റെ ഏരിയയിലേക്ക് പോയി വീണ്ടും നമ്മൾ കറങ്ങിയടിച്ച് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ മരങ്ങൾ കത്തിപ്പോയത് നമുക്ക് കാണാം. ഈ മൗണ്ട് വിൽസൺ കത്താതിരിക്കാനായിട്ട് വലിയൊരു ശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെയല്ല, അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസാണ് ഇവിടെ US-ൻ്റെയും കാലിഫോർണിയയുടെയും ഒക്കെ. അപ്പം അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ്. ഈറ്റൻ ഫയർ ബാധിച്ച മേഖലയാണ്. നമ്മളെപ്പോഴും പറയുന്നത് ഈ ഇപ്പോഴത്തെ ഈറ്റൻ ഫയർ നടക്കുന്നത് ഈ മൗണ്ട് വിൽസൻ്റെ അപ്പുറ ഭാഗത്തേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്കിത് തീ കാണാൻ പറ്റാത്തത്. അത് നമ്മൾ തീ കത്തുന്നത് കാണിക്കാത്തതല്ല, ഇപ്പോൾ നമ്മുടെ ഈ മലയുടെ ഇപ്പുറ സൈഡ് മൊത്തം സേഫായി, മലയുടെ ഈ സൈഡ് സേഫായി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇനിയിപ്പോൾ പ്രശ്നമില്ല. ഇനി മലയുടെ അപ്പുറ സൈഡിലേക്കാണ് മൊത്തം തീ പോകുന്നത്. അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റാണ്. ഞാൻ വണ്ടി ഒന്ന് ഇട്ടിട്ട് ഇറങ്ങിയിട്ടോ, ജസ്റ്റ് ഒന്ന് നമ്മുടെ ഏരിയയുടെ തൊട്ടടുത്തുള്ളതാണല്ലോ, അപ്പം ഇവിടെ ഇറങ്ങി ഒന്ന് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. കണ്ടോ, അവിടെ പോലീസുകാർ അവിടെ ചെക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് വിടുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ റെസിഡൻസിന് മാത്രമേ അങ്ങോട്ട് വിടുകയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഇത് വരുന്നത്, നമ്മളിപ്പോൾ പോയ സ്ഥലം. അപ്പം ഇനി ഇത് ആ കാണുന്നതാണോ നമുക്കറിയില്ല കേട്ടോ. അവിടെ കത്തിയേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്നതാണോ നമുക്കറിയില്ല. അപ്പം ഇതെല്ലാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇനി ഈ ഏരിയയിൽ ഈറ്റൻ ഫയറിൻ്റെ ഏരിയയിൽ പ്രധാനമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാവും ഇവിടെ മെയിനായിട്ട് കത്തിയ ഏരിയകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ അടുത്തുള്ളൊരു സ്ഥലം നമുക്ക് മസ്ജിദ് അൽ തക്വയുണ്ട്, അവിടെ നിന്ന് പോയി നോക്കാം. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ കത്തിയ ഏരിയകൾ കാണിക്കാനാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വേറെ നമുക്ക് അങ്ങനെ ഒരു അഡ്രസ്സ് ഇട്ട് പോകാനായിട്ടുള്ള ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഓരോ കിട്ടുന്ന അഡ്രസ്സുകൾ ഇപ്പോൾ ജൂയിഷ് ടെമ്പിളാണെങ്കിലും മസ്ജിദാണെങ്കിലും ചർച്ചാണെങ്കിലും ഇതൊക്കെയാണ് നമുക്ക് ഒരു ലാൻഡ് മാർക്കുള്ളല്ലോ. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ട് പോകുന്നത്. ഇവിടെയൊക്കെ ടീഷർട്ടൊക്കെ തൂക്കിയിട്ടൊക്കെ നല്ലതൊക്കെ റിസീവ് ചെയ്യുന്നതാണ്, ഡൊണേഷൻസ് റിസീവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ അങ്ങനെ ആവശ്യമുള്ളവരൊന്നും എടുക്കാൻ സാധ്യത കുറവാണ്. ഏകദേശം 2 ലക്ഷത്തോളം പേര് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈറ്റൻ ഫയറിൻ്റെ ഏരിയയിൽ നിന്ന് തന്നെ പോയിട്ടില്ല, ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആ മസ്ജിദിലേക്കാണ് ശ്രമിക്കുന്നത്. ഇവിടെയൊക്കെ ഈ
നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മലയുടെ ചേർന്നിട്ടുള്ള ഭാഗത്തൊന്നും ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഇത്രയും ഒരു നല്ല ഒരു രീതിയിലുള്ളൊരു സ്ഥലമൊന്നും കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ആ ഒരു ലോസ് ആഞ്ചലസ് സിറ്റിയുടെ പാർട്ടാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെയാണെങ്കിലും നമുക്ക് ഭയങ്കര ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ നല്ല നല്ല വീടുകളും ഒക്കെയാണ് ഇങ്ങോട്ടേക്കുമുള്ളത്. നമുക്കൊരു മെയിൻ റോഡ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് വീണ്ടും നമ്മൾ മലയുടെ ഡയറക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ചില സൈഡിൽ മല ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. ഇവിടെ മലയുടെ ഭാഗത്തേക്ക് ഒരുപാട് കയറി അങ്ങോട്ട് വീടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒത്തിരി വീടുകളും ഉള്ളത് കൊണ്ടും വലിയ റോഡുകളായതുകൊണ്ടും പിന്നെ ഒരുപാട് വീടുകൾ അങ്ങോട്ട് കയറി ഉള്ളത് കൊണ്ടും അവിടുത്തെ ഫയർ ഇങ്ങോട്ടേക്ക് അധികം ഇറങ്ങി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ മാത്രം അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതേ കണ്ടോ, അപ്പം മസ്ജിദ് തഖ്വ നേരെ പോകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി നമുക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ കുറേ പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ മസ്ജിദ് തഖ്വ ഏരിയ ഒന്നും കത്തി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് അവിടെ ഒരു പൊക്കത്തിലിരിക്കുന്നൊരു ബിൽഡിങ്ങൊക്കെ കത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും ലെഫ്റ്റ് എടുത്ത് പോകണം. ഇതൊക്കെയാണ് അൽട്ടഡീന ഏരിയ. ഒരുപാട് ലോസ് സംഭവിച്ചേക്കുന്ന ഏരിയയാണ് ഇവിടെ. നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പാകത്തിന് നമുക്ക് വേറെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല, കത്തിയ ഭാഗങ്ങൾ. അൽട്ടഡീന കമ്മ്യൂണിറ്റി ചർച്ചിലേക്ക് ഒന്ന് പോകാൻ നോക്കാം. എന്താ ഇവിടെ കുറേ കുട്ടികളൊക്കെ പോലീസ് വണ്ടിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പോലീസുകാർ കുട്ടികളെ പോലീസ് വണ്ടി കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് നേരെ പോയിട്ട് റൈറ്റ് പോകുമ്പോഴാണ് അൽട്ടഡീന ചർച്ച് കാണിക്കുന്നത്. റൈറ്റ്, പക്ഷേ റൈറ്റ് കടത്തി വിടുമെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കത്തിയിരിക്കുന്ന ഭാഗങ്ങളൊന്നും കാണാൻ സാധ്യത കുറവാണ്. പിന്നെ കത്തിയ ഭാഗങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ യൂട്യൂബിലും അതല്ലെങ്കിൽ പല ചാനലുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കാണിക്കുന്നത് നിലവിൽ ഇവിടുത്തെ ലൈവായിട്ടുള്ള സാഹചര്യങ്ങളാണ്. നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത്. പക്ഷേ കത്തിയത് മാത്രം നമ്മൾ മനഃപൂർവ്വം കാണിക്കാത്തതല്ല. കത്തുന്ന ഭാഗത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല എന്നുള്ളത് നിങ്ങളെ കാണുന്ന ഓരോരുത്തരും ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നമുക്ക് കത്തുന്ന ഇത്രയും പോലീസ്, അമേരിക്കൻ പോലീസ്, പട്ടാളം, ഇങ്ങനെയുള്ള ഓരോ ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമുക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുന്നത്? ഇത് കണ്ടില്ലേ, പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടല്ല. അതിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഇവിടെ നോ മോർ ന്യൂ ഡൊണേഷൻസ്, എയ്ഡ് പിക്കപ്പ് ഓൺലി. കണ്ടോ, അത് അവർ എഴുതി വെച്ചേക്കണുണ്ടാവും. അവർ ഡൊണേഷൻസ് വേണ്ടെന്ന്, അവർ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അത്രയും ഇവിടെ സഹായങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. സഹായങ്ങൾ കിട്ടുന്നതിനൊരു കണ്ണും കണക്കില്ല. ഇവിടെയുള്ള ആളുകൾ കൈയും മെയ്യും മറന്ന് കൊടുക്കുകയാണ്. അവിടെ ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അത് എനിക്കും മനസ്സിലായി. കാരണം ഞാൻ ഫസ്റ്റ് ഡേയിൽ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഫുഡ് കളയേണ്ട ഒരു സാഹചര്യമായിരുന്നു അവസാനമായപ്പോഴത്തേക്കും. കാരണം ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഫുഡാണ് കേട്ടോ. കാരണം അത്രയ്ക്കും ഫുഡാണ് അവിടെ അന്ന് വന്ന് കിട്ടിയത്. അപ്പം നോൺ പെരിഷബിൾ ആയിട്ടുള്ള ഫുഡിനാണ് അവരപ്പോൾ അന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അതറിയാം. പിന്നെ കൂടാതെ ഇതുണ്ട്, അത് ഇവിടെയൊക്കെ ഇങ്ങനെ കളക്ഷൻ സെൻറ്ററുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും കണ്ട അവിടെയൊക്കെ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഏരിയയിലൊക്കെ ഒരുപാട് ബാധിച്ച സ്ഥലമായതുകൊണ്ട് ഇവിടെ ആളുകൾ എടുക്കാനായിട്ട് അതുപോലെ തന്നെ കൊടുക്കാനായിട്ടും ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ശരിക്കും ഇത് ഒരുപാട് ബാധിച്ച മേഖലയിലൂടെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, നമുക്ക് കത്തിയ ഭാഗം കാണിക്കാൻ പറ്റുന്നില്ല. റൈറ്റിലേക്കുള്ള വഴി കംപ്ലീറ്റ് നാഷണൽ ഗാർഡ്സും പോലീസും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഓരോ പോയിന്റിലും. ഞാൻ വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം. ഒരു യെല്ലോ ലൈനിട്ട് ഇവിടെ റൈറ്റിലത് സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഈ സ്റ്റോപ്പ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ റൈറ്റിൽ പോലീസുകാർ വെക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ളിടത്തിലേക്ക് നമ്മൾ പോയിട്ട് എങ്ങനെയാണ് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത്? അപ്പം അവിടെ തോക്കും കൂടെ പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം അത് അവരുടെ ഡ്യൂട്ടിയുടെ പാർട്ടാണ്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം, അഭിമാനം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ദയവേത് നമ്മുടെ ഇത് കാണുന്നവർ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ദുരന്ത ഭൂമിയുടെ സൈഡിലൂടെയാണെന്നുള്ള ആ ഒരു റെസ്പെക്റ്റും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് വെറുതെ അങ്ങ് എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വീഡിയോ എടുത്താൽ മതി എന്നുള്ളൊരു സ്റ്റൈലിൽ എനിക്ക് ഒരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തില്ലെങ്കിലും എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഒപ്പം നിൽക്കാനേ എനിക്ക് മാനസികമായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇവിടുത്തെ സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ വന്ന് നിർത്തിയതിന് ശേഷം നമ്മൾ നോക്കുക, ആദ്യം വന്ന വണ്ടികൾ ആദ്യം പോവുക. അതിനുശേഷം ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ പുറകിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എടുത്തു പോരാൻ പറ്റില്ല എൻ്റെ കൂടെ, അവരവിടെ നിർത്തണം. എന്നിട്ട് പിന്നെ അവരും ചെക്ക് ചെയ്യണം ആദ്യം വന്ന വണ്ടി ഏതാണോ അത് ആദ്യം പോകും. ആ ഓരോ വണ്ടികളാണ് ഓരോ സൈഡിൽ നിന്ന് ഒരു സമയത്ത് പോവുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ ദുരന്തം വന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സഹായകരമായിരുന്നു കേട്ടോ. കാരണം ആ കാറ്റടിച്ച് കത്തി ഞങ്ങളൊക്കെ ഓടുന്ന സമയത്ത് നമ്മൾ ആ സിഗ്നലിൽ വരുമ്പോൾ ആരും തിരക്ക് പിടിച്ച് അതിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നില്ല. അത് കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു ബഹുമാനം തോന്നിയിട്ട് ഇവിടെ ഉള്ള ജനങ്ങളോട്. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് പോലും സിഗ്നലിൽ വന്നിട്ട് ആളുകളെ ചവിട്ടി നിർത്തുന്നു, എന്നിട്ട് ആദ്യം വരുന്നവർ അത് ആദ്യം പോകുന്നു. അതൊക്കെ ഒരു വല്ലാത്തൊരു സീനാണിത്. ഇവിടെ കത്തി പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്ന പറയുന്നത് ഇത് ഈ കാണുന്ന ഭാഗം കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് കേട്ടോ. നമ്മളിപ്പോൾ റോഡ് സൈഡിലുള്ളതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇത് കണ്ടു. അപ്പോൾ ഞാൻ നിർത്തിയതാണിതാ, വീട് കത്തി കിടക്കുന്നുണ്ടോ. പക്ഷെ അതിൻ്റെ അടുത്തുള്ളതായി ഈ വീടൊന്നും കത്തിയിട്ടില്ല, അങ്ങോട്ടേക്ക് കത്തിയിട്ടില്ല. അതായത് ഇവിടെ ഓപ്പോസിറ്റുള്ള കത്തിയിട്ടില്ല, ഇവിടെയൊക്കെ നോർമലാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ സാഹചര്യം. നമുക്കിതിൻ്റെ പക്ഷെ വേറെ ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വീടുകൾ കത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള വീട് കത്തിയായിട്ട് നമ്മൾ കാണുന്നില്ല. എങ്കിലും ഈ ഏരിയയിലാണ്, അൽറ്റഡീന എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വീടുകൾ കത്തിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അൽറ്റഡീന ഏരിയയിൽ നിന്ന് പോവുകയാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ പോലീസും പിന്നെ ഡൊണേഷൻസ് റിസീവ് ചെയ്യുക കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗൺ ഏരിയ, അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഈറ്റൺ ഫയർ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഇനി പാലിസൈഡ് ഫയറിൻ്റെ ഏരിയ അതുപോലെ തന്നെ ഡൗൺ ടൗൺ ഏരിയയിലേക്കൊക്കെ പോകാം. 20 മിനിറ്റാണ് അങ്ങോട്ടേക്ക് കാണിക്കുന്നത്. 12 മൈലുണ്ട്. 12 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഡൗൺ ടൗൺ ഏരിയയിലേക്ക്. ഇപ്പോൾ നമ്മൾ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി സാധാരണയുള്ള ഏരിയയിലേക്ക് ആവുകയാണ്. അപ്പോൾ ആ മലയുടെ ആ ഏരിയയിൽ മാത്രമാണ് പ്രശ്നമുള്ളൂ. ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ ബോർഡ് എഴുതി കാണിക്കുകയാണ് കേട്ടോ. അതേ മരം ഒടിഞ്ഞാടി കിടക്കുന്ന നോക്കി. അപ്പം അത്രയും ആളുകളിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഫയർഫോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു വലിയൊരു പാർക്കാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള ബാക്കപ്പും വണ്ടികളും ഒക്കെയാണ് ഇവിടെ ഇവർ പാർക്ക് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് ഏതായാലും സമയം കളയുന്നില്ല. എമർജൻസി വണ്ടികളൊക്കെ അവിടെ ഒരുപാട് കിടക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് മാറിയപ്പോൾ തന്നെ ഒരു സാധാ രീതിയിലേക്കുള്ള ലൈഫ് നമുക്ക് കാണാം. നമ്മൾ ഒരു ഫ്രീ വേയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഡൗൺ ടൗണിലേക്കുള്ള യാത്രയിൽ ആണ് നമ്മൾ. ഇനിയൊരു 11 മിനിറ്റ് കൂടിയുള്ള അവിടെ എത്താനായിട്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ചിത്രം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലോസ് ആഞ്ചൽസ് കത്തി എന്നൊക്കെ പറയുമ്പോൾ ലോസ് ആഞ്ചൽസിൻ്റെ പാർട്ടാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ. അപ്പം ആ ലോസ് ആഞ്ചൽസിൻ്റെ നമ്മുടെ വീഡിയോയിലുള്ള ഈറ്റൺ ഫയറാണ്. നമ്മൾ ഫയറിൻ്റെ ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ പോയിട്ട് വന്നത്. ഇനി ലോസ് ആഞ്ചൽസിലേക്ക് അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൂടിയുണ്ട് അങ്ങോട്ടേക്ക് ലോസ് ആഞ്ചൽസ് ടൗണിലേക്ക് എത്താനായിട്ട്. ഇപ്പോൾ ലോസ് ആഞ്ചൽസ് ടൗൺ അല്ല കത്തിപ്പോയത്. ടൗൺ എന്ന് പറയുമ്പോൾ ഡൗൺ ടൗൺ അല്ല കത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലുള്ള ഒന്ന് ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിൻ്റെ വെസ്റ്റ് സൈഡിലാണ് ഈ പാലിസൈഡ് എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ആ പാലിസൈഡിൻ്റെ ഫുൾ പേര് പസഫിക് പാലിസൈഡ് എന്നാണ്. ആ പസഫിക് പാലിസൈഡിൻ്റെ വീണ്ടും ഒരു വെസ്റ്റ് സൈഡിലായിട്ടായിരുന്നു കെന്നത്ത് ഫയർ. അത് ഓൾറെഡി അത് ഫുള്ളായിട്ട് ക്ലിയറായി. അത് കെന്നത്ത് ഫയർ ഇപ്പോൾ ഇല്ല. പിന്നെ അതിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഇപ്പോൾ അവിടെയുള്ളൊരു ചെറിയൊരു ഫയർ, ഏതായിരുന്നു ഹേഴ്സ് ഫയർ വരുന്നത്. പിന്നെ ഉള്ള ഇവിടുത്തെ രണ്ടാമത്തെ വലിയ ബിഗ്ഗസ്റ്റ് ഫയറാണ് ഈ ഈറ്റൺ ഫയർ. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ പരിസരത്തുകൂടിയാണ് കാണിക്കാൻ പറ്റിയത് മൊത്തം കാണിച്ചുകൊണ്ട് നമ്മൾ വന്നത്. ഇനി അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഏരിയയിൽ അഫക്റ്റ് ചെയ്ത ഏരിയയുടെ
ഒരു മാക്സിമം ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് കത്തിയ ഭാഗങ്ങൾ അധികം കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ട കത്തിയതൊക്കെ കറക്റ്റാണ്, പക്ഷെ എന്നാലും അത് ഇവിടുത്തെ ഏരിയ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സ്പോട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും വീടുകൾ അവിടെയുണ്ട്, അത് ശരിയാണ്. പക്ഷേ നമുക്ക് ആളുകളുടെ ഇഞ്ചുറിയും എന്ന് വിചാരിച്ച്, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഈ ലോസ് ആഞ്ചൽസ് മൊത്തം കത്തി പോയിട്ടില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇനി ഇവിടുന്ന് 10 മിനിറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിലേക്കെന്ന് വിചാരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ലോസ് ആഞ്ചൽസിൻ്റെ ഭാഗമല്ല എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ അതായത് കണ്ടില്ല, നമ്മൾ ലോസ് ആഞ്ചൽസിൻ്റെ ഡൗൺ ടൗണിൻ്റെ ഏരിയയിൽ പോകുമ്പോൾ നമ്മളെ നേരെ കാണുന്ന മല കണ്ടോ? ഇതിൻ്റെ ഇപ്പോൾ നമ്മളീ പോകുന്നത് റോഡിൽ അപ്പുറം ഇപ്പുറം ബാരിക്കേഡൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ തൊട്ട് ചേർന്ന് ബിൽഡിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഈ മലയുടെ ഇതൊരു മല, ഈ ഒരു കുന്നിൻ്റെ അപ്പുറ സൈഡിലും ഇതുപോലെ റോഡുകളും നമ്മളിതുവരെ കണ്ട പോലത്തെ വീടുകളും സ്ഥാപനങ്ങളും ഒക്കെയാണ്. അപ്പം ലോസ് ആഞ്ചൽസ് ടൗണിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കുന്നുകളുണ്ട്, ചെറിയ ചെറിയ കുന്നുകളുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ മേളിൽ കൂടെ ഒക്കെ വീടുകളുണ്ട്. പിന്നെ സൈഡിൽ കൂടെ മുകളിൽ കൂടെ ഒക്കെ റോഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുന്ന് കഴിഞ്ഞത് റൈറ്റ് സൈഡിൽ കുന്നുകൾ കണ്ടാവും. അവിടെയും അതിൻ്റെ മുകളിൽ വീടുകൾ ഇരിക്കുന്നുണ്ടാവും. അവിടെ പണക്കാരുടെ വീടുകളും ഉണ്ടാവും, സാധാരണ ആളുകളുടെ വീടുകളും ഉണ്ടാവും. പിന്നെ ഇവിടെ സാധാരണ ആളുകളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടും ഒരുപോലെ ആയിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ അതിന് തീരെ ചെറിയ വീടുകളോ അങ്ങനെ വലിയ വീടുകളോ എന്നുള്ളൊരു വ്യത്യാസം ഇവിടെ ഉണ്ടാവില്ല. ഇത് നമ്മൾ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ലോസ് ആഞ്ചൽസ് ടൗണിൻ്റെ ആ ഒരു ബിൽഡിങ്ങുകൾ ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലോസ് ആഞ്ചലസ് 110 എന്ന് പറയുന്ന ഫ്രീ വേയിലൂടെയാണ് നമ്മൾ പോണത്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ കാണുന്ന റൈറ്റ് സൈഡിലും കുന്നാണ്, ലെഫ്റ്റ് സൈഡിലും കുന്നാണ്. ഇതിൻ്റെ താഴെ കൂടി വലിയൊരു എന്താ പറയുന്ന ഒരു കനാല് പോലൊരു സംഗതി പോകുന്നുണ്ട്. ഇതൊക്കെ ലോസ് ആഞ്ചൽസ് ടൗണിൻ്റെ പാർട്ടാണ് കേട്ടോ. കുന്നിൻ്റെ മുകളിലൂടെ പാലം കണ്ടോ? ഇതിൽ എനിക്ക് തോന്നുന്നത് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിയുടെ പാർട്ടാണോ ഏരിയ ആണോ എന്ന്, ഡോഡ്ജർ സ്റ്റേഡിയത്തിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പം നമുക്കിവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ബിൽഡിങ്ങുകളും ഒക്കെ കാണാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുന്നുണ്ട്. ആ കുന്ന് തുറന്ന് റോഡ് വീണ്ടും കണ്ടോ? ലോസ് ആഞ്ചൽസ് ടൗണിൻ്റെ തൊട്ട് ചേർന്നുള്ള ഫോറസ്റ്റും അതല്ലെങ്കിൽ മലകളും ആ ടൗണും തമ്മിലുള്ള ദൂരം നിങ്ങൾക്ക് ആ ബിൽഡിംഗ് കാണുമ്പോൾ മനസ്സിലാവും. കറക്റ്റ് നമ്മൾ വന്ന് കയറുന്നതുണ്ടോ? US ബാങ്കിൻ്റെ ബിൽഡിങ്ങുകൾ ഒക്കെ ഇരിക്കുന്ന ഏരിയയാണ് മെയിനായിട്ട് ഡൗൺ ടൗൺ എന്ന് പറയുമ്പോൾ. നമ്മൾ കറക്റ്റ് ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിൻ്റെ ഒരു ഏരിയയിലൂടെ കയറിയിരിക്കുകയാണ്. ഇത് ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിൻ്റെ ഏരിയയിലേക്ക് കയറുന്ന മെയിൻ വഴി ഇതല്ല. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോഴുള്ള മെയിൻ വഴി ഇതാണ്. ഇവിടെ കണ്ടില്ലേ, സാധാരണ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഡൗൺ ടൗണിൻ്റെ ചില ഏരിയകളിൽ കൂടി പോയിരുന്നുവെങ്കിലും ഡൗൺ ടൗണിൻ്റെ അകത്ത് കൂടി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മനഃപൂർവ്വം ഇവിടെ നിന്ന് കാണിക്കാത്തതാണെന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു പലർക്കും. അപ്പം ഇവിടെ നിന്ന് കാണിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഡൗൺ ടൗണിൻ്റെ ഓരോ കോർണറും നമുക്ക് മാക്സിമം കാണാൻ പറ്റുമെന്ന് നോക്കാം. ലോസ് ആഞ്ചൽസിൻ്റെ സിറ്റി ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൗൺ ടൗൺ ആണ് കാണുന്നത്, ആ വലിയ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നത്. ഇങ്ങോട്ടേക്കൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അതായത് ഇപ്പം നമ്മൾ കൊച്ചി പറയുകയാണെങ്കിൽ കൊച്ചി സിറ്റിയിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയൂലേ എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ കൊച്ചിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കറക്റ്റ് ഉദാഹരണമാണ് കേട്ടോ. കാക്കനാട് നമുക്ക് ഇപ്പോൾ ഈ ഈറ്റൺ ഫയർ നടക്കുന്ന ഏരിയ പോലെ നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ കൊച്ചിയുടെ വെസ്റ്റ് സൈഡ് നമുക്ക് കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. ലോസ് ആഞ്ചൽസിൻ്റെ ഈസ്റ്റ് സൈഡിലാണ് ഈ ഈറ്റൺ ഫയർ കത്തിക്കൊണ്ടിരിക്കുന്നത്. ലോസ് ആഞ്ചൽസ് സിറ്റിയിൽ എന്താ നടക്കുന്നതെന്ന് സംശയമുള്ളവർക്കൊക്കെ ഇത് കാണാവുന്നതാണ്. കണ്ടില്ലേ, സാധാ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡബിൾ ഡെക്കർ വണ്ടിയൊക്കെ വരുന്ന നമുക്ക് കാണാം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഡിസ്നി കൺസേർട്ട് ഹാളാണ്.
ഇവിടെ മസ്റ്റായിട്ടൊന്ന് നമ്മുടെ ആളുകൾക്ക് മസ്റ്റായിട്ടും കാണേണ്ട സ്ഥലമല്ല, പക്ഷെ എന്നാലും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഡിസ്നി കൺസേർട്ട് ഹാൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ തൊട്ടപ്പുറം ആ ഭാഗത്തായിട്ട് US ബാങ്കിൻ്റെ ബിൽഡിങ്ങുകളുണ്ട്. അങ്ങനെ ലോസ് ആഞ്ചൽസ് ടൗണിന് യാതൊരു പ്രശ്നമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഡൗൺ ടൗണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൗൺ ടൗണിൻ്റെ ഏരിയയിലാണ് ആ ബിൽഡിങ്ങൊക്കെ വരുന്നത്. അന്നത്തെ കാറ്റത്ത് ഒരു മരം ഒടിഞ്ഞിടക്കുന്നുണ്ടോ, മരം മറിഞ്ഞിടക്കുന്നുണ്ടോ. ലോസ് ആഞ്ചൽസിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ വേറെ കാര്യമുണ്ട് കേട്ടോ. ലോസ് ആഞ്ചൽസിൻ്റെ ഹൃദയത്തിന് മുറിവേറ്റിട്ടുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ദാ കാണുന്നതാണ് US ബാങ്ക്, പിന്നെ സിറ്റി നാഷണൽ ബാങ്ക്. ഇവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ഭയങ്കര ഒരു ലാൻഡ്മാർക്കാണ് ആ US ബാങ്കിൻ്റെ ബിൽഡിങ് നമ്മുടെ ലോസ് ആഞ്ചൽസിൽ. സാധാരണ വരുമ്പോൾ ഉള്ളൊരു തിരക്കുന്നില്ല കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്തത്. സാധാരണ നമ്മളിതിലേക്ക് വരുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പോകും, എന്താ പറയുന്നത്, എൻജോയ് ചെയ്യും, ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല. ഇവിടെ വീട് നഷ്ടപ്പെട്ടതിൽ കുറേ സെലിബ്രിറ്റീസിൻ്റെ വീടുകളുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസ് ശരിക്കും ഇവിടെ ലോസ് ആഞ്ചൽസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർട്ട് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ലോകത്തിൻ്റെ ഒരു ക്യാപിറ്റലാണ് ഈ ലോസ് ആഞ്ചൽസ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ മെയിനായിട്ട് ആർട്ട് അല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിൽ പ്രത്യേകിച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഈ ഹോളിവുഡിൽ തീ പിടിച്ചു എന്ന് പറയുമ്പോൾ ഹോളിവുഡ് മൊത്തം തീ പിടിച്ച് പോയെന്നില്ല. ഈ ലോസ് ആഞ്ചൽസിൽ എന്തെങ്കിലും ചെറുതായിട്ട് പറ്റിയാലും ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒക്കെ ഹോളിവുഡായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കാണാം. നമുക്കിവിടെ വെറുതെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ഒരു ട്രിപ്പൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലോസ് ആഞ്ചൽസിലൂടെ നടക്കുമ്പോൾ നമുക്ക് കൂടുതലും ഒരുപാട് സ്റ്റുഡിയോകളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും സിറ്റീസിലോ രാജ്യത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഓഫീസും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓഫീസുകൾ, മാർക്കറ്റ് ഇങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കിവിടെ ഈ ആർട്ടായിട്ട് ബന്ധപ്പെട്ടതും ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ഹോളിവുഡിൻ്റെ ഇത് മൊത്തമായിട്ട് പോയി എന്ന് പറയണമെങ്കിൽ, ഹോളിവുഡിൻ്റെ സ്റ്റാർസിൻ്റെ ബിൽഡിങ്ങുകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ ബെവർലി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും പറ്റണം. അതല്ലാതെ ബെവർലി ഹിൽസിലാണ് ശരിക്കും ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഹോളിവുഡ് സ്റ്റാർസ് താമസിക്കുന്ന ഏരിയ. അതൊരു വല്ലാത്തൊരു ഏരിയയാണ്. നമുക്ക് അവിടെ പോകാൻ ശ്രമിക്കാം. അപ്പോൾ നിലവിൽ ഇവിടെ ഹോളിവുഡിൽ ഇവിടെ നിലവിൽ ഏറ്റവും എന്താ പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ആളുകൾ വീടുകൾ നഷ്ടപ്പെട്ടത് മെയിനായിട്ട് ആൻ്റണി ഹോപ്കിൻസ്, മെൽ ഗിബ്സൺ, അതുപോലെ തന്നെ ജെഫ് ബ്രിഡ്ജസ്, അങ്ങനെ പറഞ്ഞിട്ട് ഇവരൊക്കെ മെയിനായിട്ട് ഈ പറയുന്ന ആക്ടർ, ഡയറക്ടേഴ്സ് ഇങ്ങനെയുള്ള ആളുകളാണ്. പിന്നെ ക്യാൻഡി സ്പെല്ലിംഗ്, ഡയൻ വാരൻ, അതുകൂടാതെ പാരിസ് ഹിൽട്ടൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെയാണ് മെയിനായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടത് എന്ന് വിചാരിച്ച് മുഴുവൻ ലോസ് ആഞ്ചൽസും ഹോളിവുഡും നഷ്ടപ്പെട്ടു എന്നുള്ളതിന് അതിനർത്ഥമില്ല. ഏകദേശം ഒരു 10-15ഓളം ആക്ടർ, ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം പ്രൊഡ്യൂസർ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഈ പറയുന്ന കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ലോസ് ആഞ്ചൽസിൻ്റെ ഡൗൺ ടൗണിലൂടെ ഒരു യാത്ര കഴിഞ്ഞു എന്ന് വിചാരിച്ച് മുഴുവൻ ലോസ് ആഞ്ചൽസിൻ്റെ ഡൗൺ ടൗൺ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റില്ല കേട്ടോ. അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വേറെ രീതിയിലാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ലോസ് ആഞ്ചൽസിൻ്റെ ഡൗൺ ടൗണിലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ആളുകളൊക്കെ ഒരു നോർമൽ ലൈഫ് ജീവിച്ച് പോകുന്നത് കാണാൻ പറ്റും. ലോസ് ആഞ്ചൽസിൻ്റെ ഹൃദയഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇവിടുത്തെ ബെവർലി ഹിൽസ്, ഹോളിവുഡ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടോ എന്നുള്ളത് നോക്കാം. അപ്പം
ഇവിടെ ഒരു സ്ഥലം പറയുമ്പോൾ അത് വച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മൊത്തം പോയി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും അനുമാനിക്കാൻ കഴിയില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ആളുകൾ കുറവാണ്. പിന്നെ പൊതുവെ എല്ലാവരും ഈ ഒരു ഫയറിൻ്റെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ കുറച്ച് വെച്ചിരിക്കുകയാണെന്നറിയില്ല. ഇതേപോലെയുള്ള സൈക്കിളായിട്ട് പോകണമൊക്കെ ഫ്രണ്ട് പൊക്കിയിട്ട് ഇങ്ങനെയുള്ള ഫ്രീക്കന്മാർ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ലോസ് ആഞ്ചൽസ് ടൗണിൻ്റെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ ഇവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും അവർ തെറ്റാണെന്നല്ല പറയുന്നത്, അവർ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മുഴുവൻ പെട്ടെന്നൊരു ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും അത് കേൾക്കുമ്പോൾ മുഴുവൻ കത്തിപ്പോയൊരു ഫീല് തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ നിൽക്കുന്നവർക്ക് എത്രത്തോളം അതിൻ്റെ ഫീല് വരുമെന്ന് നമുക്കറിയാം. അപ്പം ആ ഒരു ആശങ്ക മാറ്റാനായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പം ഓരോ പ്രാവശ്യം വീഡിയോ ഇടുമ്പോഴും അതിന് കൂടുതൽ പല രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പം ആ കമൻറ്റ് അതിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ള എല്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും കുറേ കമൻറ്റുകൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്നും ഇത് മനസ്സിലാക്കാനുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശദമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും കാണിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗൺ ഇതിൻ്റെ ബ്യൂട്ടി ആയിട്ടുള്ള രീതിയിൽ കാണണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എന്താ പറയുന്നത്, അല്ലാതെ ഓരോ സ്പോട്ടായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ജസ്റ്റ് ഒരു ഓടിച്ചൊരു കാണലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളിതിപ്പോൾ എക്സ്പ്ലോർ ചെയ്യലല്ലോ, നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം വിലയിരുത്തലാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബ്യൂട്ടി കാണിക്കുന്നതിലുപരി ഇത് എന്താണെന്നുള്ളത് ഒന്ന് ഓടിച്ച് കാണിച്ച് പോകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡൗൺ ടൗൺ മാത്രമല്ല ലോസ് ആഞ്ചൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു 88 സിറ്റികൾ ചേർന്ന ഒരു കൗണ്ടിയാണ്. ഈ 88 സിറ്റികൾ ചേർന്ന് കഴിഞ്ഞ കൗണ്ടിയിൽ മലകളും ബാക്കി കുറച്ച് മലകൾക്ക് ശേഷമുള്ള കുറച്ച് പ്ലെയിനായിട്ടുള്ള സ്ഥലം കൂടാതെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഏരിയയിലും ബിൽഡിങ്ങുകളാണ്. സിറ്റിയുടെ ഒരു രൂപമാണ്. അപ്പം അതായത് കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതികളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി ഇനി ഇവിടുന്ന് നമുക്ക് ബെവർലി ഹിൽസിൽ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. ബെവർലി ഹിൽസാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന പോലെ സ്റ്റാറുകളൊക്കെ താമസിക്കുന്ന ഏരിയ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ബെവർലി ഹിൽസിലേക്ക് ഇവിടുന്ന് 26 മിനിറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് 12 മൈലുണ്ട്. 12 മൈൽ എന്ന് പറഞ്ഞാൽ ഒരു 18-20 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും ദൂരം ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ ലോസ് ആഞ്ചൽസ് മുഴുവൻ കത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് അതൊന്ന് ക്ലിയർ ആക്കണമെന്നുണ്ട്. ആളുകളുടെ തെറ്റിദ്ധാരണയൊന്ന് മാറ്റണം എന്നുള്ള ഒരു വളരെ അതിയായ ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബെവർലി ഹിൽസിലേക്ക് പോകാം. ബെവർലി ഹിൽസൊക്കെ നമ്മൾ മുമ്പ് പോയി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റോഡിയോ ഡ്രൈവ് ഉണ്ട്, അതൊക്കെ നമുക്ക് കാണേണ്ടതാണ്. വാക്ക് ഓഫ് ഫെയിം ഉണ്ട്, അത് കാണേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണേണ്ടവർക്ക് നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ പോയി കാണാം. അപ്പം നമുക്കിനി ബെവർലി ഹിൽസ് ഏരിയയിലേക്ക് പോകാം. അതാണ് മെയിനായിട്ട് ഹോളിവുഡ് സ്റ്റാർസ് താമസിക്കുന്ന ഏരിയ. അപ്പോൾ ഇപ്പം ആളുകൾ പൊതുവേ ഇത് ഹോളിവുഡ് കത്തിയെന്ന് പറയുമ്പോൾ ഈ ഹോളിവുഡ് ചേർത്ത് ഒരുപാട് പേരുകളുണ്ട് ഇവിടെ. ഹോളിവുഡ് ഡ്രൈവ്, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എല്ലാം ഹോളിവുഡ് ചേർത്തുള്ള പേരുകളൂടി ആകുമ്പോൾ ഹോളിവുഡ് മൊത്തം പോയി എന്നുള്ളൊരു ധാരണയും കൂടി വരും. പിന്നെ എന്താ പറയുന്നത്, അപ്പോൾ നമുക്ക് ഈ ഹോളിവുഡ് ഈ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റാർസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ലോസ് ആഞ്ചൽസിൽ. അപ്പോൾ എവിടെ കത്തിക്കഴിഞ്ഞാലും ആ ഒരു സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെയോ ഒക്കെ വീടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഗ്രാഫിറ്റി വർക്കുകളൊക്കെ മതിലുകളിൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ലോസ് ആഞ്ചൽസിൽ മാത്രമാണ് കൂടുതലും കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിനി അധികം സമയം കളയാതെ നമുക്ക് ബെവർലി ഹിൽസിലേക്ക് പോകാം. കാരണം വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. ലോസ് ആഞ്ചൽസ് ടൗൺ ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോസ് ആഞ്ചൽസ് ടൗണ് മൊത്തം കാണിക്കൽ
അതെ, ഒരു ദിവസം 2 ദിവസം മാത്രം എടുത്തിട്ടില്ല. അത് സാധ്യമായൊരു കാര്യമല്ല മുഴുവൻ ഏരിയയും കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ വീഡിയോയോടുകൂടി നിങ്ങൾക്ക് ഇതൊന്ന് ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് സ്നാക്സ് കഴിക്കുമായിരുന്നു കേട്ടോ. ട്രെയിൻ കണ്ട, ഇവിടുത്തെ മെട്രോയാണിത്. നമ്മൾ ഇന്നലെ കാണിച്ച പോലത്തെ മരത്തിൻ്റെ ബിൽഡിംഗ് അവിടെ കാണാമായിരുന്നു. പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് ഉണ്ടോ, ആ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് പാർക്കിംഗ് ബിൽഡിംഗ് ആണ്. ഇവിടെ ലോസ് ആഞ്ചലസിൽ ഇതുപോലത്തെ ഒരുപാട് പാർക്കിംഗ് ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കാറുകൾ പാർക്ക് ചെയ്ത് കിടക്കുന്ന കാണാം. പിന്നെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ ലോസ് ആഞ്ചലസ് ടൗൺ കത്തി എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കാൻ കാരണം, ഇത്രയും വലിയ സിറ്റിയുടെ ഒരു പാർട്ട് കത്തി കഴിഞ്ഞപ്പോൾ അത് വലിയ ബിൽഡിങ് പോലെയും അല്ലെങ്കിൽ നല്ല ഭംഗിയും ഒക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ സിറ്റീസിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഏരിയ മെയിനായിട്ടുള്ള പാർട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അത് കണ്ടപ്പോൾ നമ്മുടെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ വന്നു, മൊത്തം സിറ്റി കത്തുവാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്ന് കാണും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ 100% ഏരിയയിലും ലോസ് ആഞ്ചലസിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടൗൺ കത്തിപ്പോയി എന്ന് വിചാരിക്കരുത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നാൻ കാരണം. പിന്നെ നിങ്ങൾ ഒരു സ്റ്റുഡിയോ കത്തിപ്പോയി എന്ന് പറഞ്ഞ് ന്യൂസിൽ കണ്ടായിരുന്നു. സ്റ്റുഡിയോക്ക് കത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരുപാട് സ്റ്റുഡിയോകൾ ഇവിടെയുണ്ട്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള, ഞാനിപ്പോൾ ഓരോന്നും എടുത്ത് പറയുന്നില്ല, ഒരുപാട് സ്റ്റുഡിയോകളുണ്ട്. അപ്പോൾ മൊത്തം ആ ഒരു സ്റ്റുഡിയോയുടെ സംവിധാനം ഒരു ഇത് കത്തിയോടുകൂടി തീർന്നു നമ്മൾ വിചാരിക്കരുത്. പിന്നെ നമ്മൾ പറഞ്ഞ ലോസ് ആഞ്ചലസിലെ 88 സിറ്റി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അതിൽ പെടുന്ന ഓരോ സിറ്റികളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സിറ്റി കഴിഞ്ഞ് അടുത്ത സിറ്റി തുടങ്ങേണ്ടത് നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ ബോർഡറൊന്നുമില്ല. അങ്ങനെ ഒരു ഏരിയയിൽ കുറച്ച് സിറ്റി, പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോലെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അങ്കമാലി കഴിഞ്ഞാൽ കുറേ പണ്ടത്തെ സാഹചര്യമാണ് ഇപ്പോഴത്തെ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിറ്റി ചാലക്കുടി, അടുത്ത സിറ്റിയും തൃശ്ശൂർ, അങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് കാണാൻ പറ്റും ഇൻ ബിറ്റ്വീൻ ഈ സിറ്റികൾ തമ്മിൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഒരു മേ ബി ഒരു 100 കിലോമീറ്റർ റേഡിയസിൽ ഈ 88 സിറ്റികൾ, അല്ലെങ്കിൽ 100 കിലോമീറ്ററിൽ അതിൽ കൂടുതൽ റേഡിയസിൽ ഇതിങ്ങനെ സിറ്റികൾ കണക്ട് ചെയ്ത് ഒരൊറ്റ സിറ്റി പോലെ നമുക്ക് മേളിൽ നിന്നൊരു നോട്ടം നോക്കിയാൽ കാണുള്ളൂ. നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സ്ഥലവും ലോസ് ആഞ്ചലസ് ഡൗൺ ടൗൺ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള സ്ഥലവും തമ്മിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇതുപോലെയാണ് ഇവിടെ മൊത്തത്തിൽ ഏരിയകൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 40-45 കിലോമീറ്റർ ദൂരത്തിലാണ്. ദൂരെ നമുക്ക് ഡൗൺ ടൗൺ പോലത്തെ ഉള്ള ബിൽഡിങ്ങുകൾ കാണാം. പക്ഷേ ആ കാണുന്നത് ബെവർലി ഹിൽസിനോട് അടുത്തുള്ള ഏരിയയാണ്. നമ്മളിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അടുത്തെത്തി ബെവർലി ഹിൽസിൻ്റെ. ഇങ്ങോട്ടേക്കൊക്കെ വരാൻ 100 കണക്കിന് വഴികളുണ്ട് കേട്ടോ, 100 കണക്കിന് വഴികൾ. അപ്പോൾ നമ്മൾ ബെവർലി ഹിൽസിലേക്ക് പോകുന്നത് ഈ ഒരൊറ്റ വഴിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ ലോസ് ആഞ്ചലസിലെ ഒരു സിറ്റിയാണ് ഈ ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയാണ് ഈ സെലിബ്രിറ്റീസ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ഇപ്പോൾ ബെവർലി ഹിൽസിൻ്റെ ഏരിയയിലായിട്ടോ അതാ ഇതൊരു ചർച്ചിൻ്റെ പാട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വിട്ടുപോയി. അപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് റോഡിയോ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള അമേരിക്കയിലും ഉള്ള ആളുകളും വേൾഡിലുള്ള ആളുകളും വന്ന് ലക്ഷൂറിയസ് ആയിട്ടുള്ള ബ്രാൻഡ്സ്, വാച്ചുകൾ, കണ്ണടകൾ, അതുപോലെ തന്നെ ബാഗ്, ഇങ്ങനെയുള്ള ലക്ഷറിയസ് ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നൊരു സ്ഥലമാണ്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് ലഭിക്കുന്ന സ്ഥലമാണ് ഈ റോഡിയോ ഡ്രൈവ്. നമ്മൾ അതിൻ്റെ സൈറ്റ് സീയിങ് ബസ്സുകൾ എടുക്കുന്നുണ്ടോ, നമ്മൾ ആ റോഡിയോ ഡ്രൈവിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ആൽപൈൻ ഡ്രൈവ് എന്ന് പറയുന്നൊരു ഡ്രൈവ് ഉണ്ട്. അത് ബില്യണർ ഡ്രൈവ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ പറയുന്ന കോടീശ്വരന്മാർ താമസിക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് അവിടേക്കൊന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇതുണ്ടോ, നമ്മൾ തിരിയുമ്പോൾ തന്നെ കണ്ടോ ലോസ് ആഞ്ചലസിൻ്റെ, നമ്മൾ ഇതുവരെയും പറഞ്ഞു വന്നതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ബെവർലി ഹിൽസിൽ ആണെങ്കിലും
എവിടെയാണെങ്കിലും ലോസ് ആഞ്ചൽസിൻ്റെ പാർട്ടിൽ നിന്ന് കുറച്ച് മാറിക്കഴിയുമ്പോൾ ഒരു കുന്നുണ്ടാവും. അപ്പോൾ ആ ഏറ്റവും ബാക്കിൽ കാണുന്ന കുന്നിൻ്റെ അപ്പുറത്തേക്ക് ലോസ് ആഞ്ചൽസ് ഇല്ല, ആ വലിയ കുന്നിൻ്റെ ഇപ്പുറത്തേക്ക് ആണ് വരുന്നത്. എന്നാൽ ആദ്യം കാണുന്നതിൻ്റെ കുന്നിൻ്റെ തൊട്ട് ബാക്കിൽ ചിലപ്പോൾ അതിൻ്റെ അപ്പുറം വേറെ ലോസ് ആഞ്ചൽസിൻ്റെ പാർട്ടി കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കയറി പോകുന്നത് ഈ പറയുന്ന ലോസ് ആഞ്ചൽസിലെ എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും വീടുകൾ കത്തിപ്പോയി എന്ന് പറയുന്ന ഏരിയയുടെ ചില റോഡിലൂടെയാണ്. നമ്മൾ എല്ലാ റോഡിലൂടെയും പോക്ക് നടക്കില്ല. നമ്മൾ ഒന്നും മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നതോ മനഃപൂർവ്വമായിട്ട് കാണിക്കുന്നതല്ല. നമ്മൾ ഏറ്റവും കൃത്യമായ രീതിയിൽ കാണിക്കാൻ ശ്രമിക്കുന്നു നിലവിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡിൽ സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഏരിയകളാണ്. പക്ഷേ ഇത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇവിടുന്ന് പല റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഒക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള ഏരിയകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ കാണിക്കാൻ ഇതൊരു ട്രിപ്പിൻ്റെ വീഡിയോയല്ല. അപ്പോൾ നമ്മൾ സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഏരിയകളൊക്കെ കത്തിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇവിടെ കത്തിപ്പോയിട്ടില്ല. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നിജസ്ഥിതി നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഓരോ സെലിബ്രിറ്റീസിൻ്റെ വീടൊക്കെ അറിയണമെങ്കിൽ അത് നമുക്ക് ഒന്നുകിൽ ഇവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡുകളുടെ കൂടെ നമ്മൾ പോകണം. കാരണം ഇവർ മാർക്ക് ചെയ്ത് വയ്ക്കില്ല. കാരണം ഹൈലി സെക്യൂരിറ്റിയും ഭയങ്കര ഇതുണ്ട്. അതായത് ഈ ഇവിടെ കണ്ടില്ലേ, ഭയങ്കര ഒരുപാട് എന്താ പറയുക സെക്യൂരിറ്റി ആവശ്യമുള്ള ആളുകളും കൂടാതെ വീട് പണിയുന്നു. നമുക്ക് നോക്കിയാൽ കാണാം എല്ലാ സൈഡിലേക്കും വീടുകളാണ്. ഇത് നമുക്ക് ഇന്ന സെലിബ്രിറ്റിയുടെ എന്ന് പറയാനുള്ളൊരു നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇവരങ്ങനെ കൊടുക്കുകയില്ല. കാരണം ഇവർക്ക് ഭയങ്കര സെക്യൂരിറ്റി സേഫ്റ്റിയൊക്കെ ആവശ്യമുള്ള ആളുകളാണല്ലോ. അതിലുപരി സെക്യൂരിറ്റിയിലുപരി ഇവർ നോക്കുന്നത് പ്രൈവസിയും കൂടിയാണ്. അപ്പം ഇവിടെ സൈറ്റ് സീയിങ്ങിനൊക്കെ വണ്ടികൾ കൊണ്ടുവരും. പക്ഷേ ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കാണിച്ച് പോവുള്ളൂ. ഒരു സ്ഥലത്തും അങ്ങനെ നിർത്തി അവർ കാണിക്കുന്ന ഒരു സാഹചര്യമില്ല. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരുപാട് റോഡുകൾ കയറി കണ്ടോ. ആൽപൈൻ ഡ്രൈവിലാണ് കയറുന്നത്. ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ശരിക്കും പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫോറസ്റ്റിലെത്തിയാലാണ് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതിലുപരി എനിക്കത് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ടൗണിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ഇവിടുത്തെ ക്ലൈമറ്റ് എന്ത് സൂപ്പറാണെന്നറിയോ. ഈ ടൗണിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു സ്ഥലം ഇവരിവിടെ സൃഷ്ടിച്ച് വച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെ ഇതുണ്ടല്ലേ, കംപ്ലീറ്റ് ഇങ്ങനത്തെ വലിയ വലിയ വീടുകളാണ്. ഇതിന് ബില്യണയർ ഡ്രൈവ് എന്നും ആണ് പറയപ്പെടുന്നത്. ഉണ്ടല്ലേ, വലിയ വലിയ വീടുകൾ നമുക്ക് കാണാം. സെലിബ്രിറ്റീസിൻ്റെ വീടുകളും സെലിബ്രിറ്റീസ് അല്ലാത്ത കാശുകാരുടെ വീടുകളും ഉണ്ട് കേട്ടോ. അവിടെ സെലിബ്രിറ്റീസ് മാത്രം എന്നല്ല, പക്ഷേ മോസ്റ്റ്ലി സെലിബ്രിറ്റീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതാണ് ലോസ് ആഞ്ചൽസിൻ്റെ സിനിമ ലോകം, സെലിബ്രിറ്റി ലോകം, അല്ലെങ്കിൽ ഏറ്റവും വലിയ വമ്പൻ കാശുകാരൊക്കെ താമസിക്കുന്ന ഏരിയ. നമ്മളീ കാണിച്ച ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ അല്ല കേട്ടോ വീഡിയോ ഉള്ളൂ. ഇതൊക്കെ ഒരുപാട് വലിയ ഏരിയയാണ്. ഇതൊന്നും ഒരു സംഗതികളും നമുക്ക് ഇവിടെ ലോസ് ആഞ്ചൽസിൽ കാണിച്ചു കഴിഞ്ഞാൽ തീരുന്നൊരു പരിപാടിയില്ല. അപ്പോൾ നമുക്ക് റോഡിയോ ഡ്രൈവിലേക്ക് പോകും. അതിവിടെ തൊട്ട് ചേർന്നിട്ടാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ആംബിയൻസ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടുത്തെ എത്രത്തോളം ഈ ഒരു സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ. നല്ല ഭംഗിയുണ്ടല്ലേ മതിൽ കാണാൻ. ചെറിയ ഒരു മരം കൊണ്ട് തന്നെ മതിലാക്കി വെച്ചിരിക്കുന്നു. നമ്മളിതെല്ലാം കാണിക്കുന്ന നമ്മുടെ ലോസ് ആഞ്ചൽസിനെ നിങ്ങൾ അറിയണം. പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വിശദമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റോഡിയോ ഡ്രൈവിലൊന്ന് പോയിട്ട് നമുക്ക് അടുത്തതായിട്ട് പാലിസൈഡ് ഫയർ നടക്കുന്ന ഏരിയയിലേക്ക് പോകാം. ബെവർലി ഹിൽസിൻ്റെ ഏരിയ തീർന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഓടിച്ചു പോകുന്നതൊക്കെ അതിൻ്റെ പാർട്ടാണ്. നമുക്ക് അങ്ങനെ വിശദമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എത്രത്തോളം എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെന്നും എനിക്കറിയില്ല. കാരണം നമുക്ക് ഒരുപാട് വീഡിയോ ലോങ്ങായി പോകാനും പറ്റില്ല. അപ്പം ഇത്രയും വീടുകളുടെ ഇടയ്ക്ക്
എനിക്ക് തോന്നുന്നു ഒരു 10-15 സെലിബ്രിറ്റീസിൻ്റെ വീടാണ് കത്തിപ്പോയിരിക്കുന്നത്. അത് ഇവിടെയല്ല. അപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ വീട് കത്തിപ്പോയി അല്ലെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഗതികൾ ഇവിടെയുണ്ട്. മൊത്തത്തിൽ ഡാമേജ് സംഭവിച്ചിട്ടില്ല. അതൊരു ബിൽഡിങ് പണിയുന്നതാണ് കേട്ടോ. അത് മോഡിഫിക്കേഷൻ ആണോ സംശയമുണ്ട്. ഇവിടെയൊന്നും ഇതിൻ്റെ ഫയർ പ്രശ്നം വന്നിട്ടില്ല. ഇതൊക്കെ ഇവിടെ ഈ ബെവർലി ഹിൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തിപ്പോയി കഴിഞ്ഞാൽ അത് മൊത്തം കത്തിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ വെരി ബിഗ് ലോസ് ഫോർ ലോസ് ആഞ്ചലസ് ആൻഡ് ഫോർ US. മനസ്സിലായോ? ഇത് കണ്ടോട്ടോ, ഈ ബെവർലി ഹിൽസ് ലോസ് ആഞ്ചലസ് ടൗണിലാണെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ കാണാൻ പോവാണ്. നമ്മൾ ഇവിടെ നിന്ന് ബെവർലി ഹിൽസിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്ന് കയറുന്നത് ഈ റോഡിയോ ഡ്രൈവിലേക്കാണ്. ഇവിടെ ആളുകൾ ഉണ്ടോ? ഇവിടെ ആളുകൾ ഒരു സെക്കൻഡ്, ഇവിടെ ആളുകൾ ഇവിടെ ടൂറായിട്ടൊക്കെ വരുന്ന യാത്രക്കാരൊക്കെ ഉണ്ടോ? ഇങ്ങോട്ടേക്കാണ് ബെവർലി ഹിൽസ്. ഇത് ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞ സിറ്റിയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ ബിൽഡിങ്ങുകൾ കൊമേഴ്സ്യലായിട്ടുള്ളതൊക്കെ വരുന്നത്. നമ്മുടെ ബാക്കിലേക്കാണ് ബെവർലി ഹിൽസിൻ്റെ വീടുകളൊക്കെ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ വന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി ആ റോഡിയോ ഡ്രൈവിലൂടെ ഒന്ന് കറങ്ങി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ നേരെ കാണുന്ന റോഡിയോ ഡ്രൈവിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ശരിയാണ്, നമുക്കിവിടെ വലിയൊരു നഷ്ടമാണ് ലോസ് ആഞ്ചലസിന് സംഭവിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള സാധനങ്ങൾ, ഒരു ടീഷർട്ടൊക്കെ $5,000-10,000, ഒരു കണ്ണട $50,000, ഒരു വാച്ച് $1,00,000, $2,00,000, $3,00,000, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഷോറൂമുകളാണ് ഇവിടെ. ഇതാണ് ബെവർലി ഹിൽസ് എന്ന് പറയുന്നത്. അതായത് കണ്ടോ, അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മളിതിൽ മുമ്പ് നടന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പൂർണ്ണമായിട്ടും ലോസ് ആഞ്ചലസിന് എന്തെങ്കിലും പറ്റിയെന്ന് നമുക്ക് ഇവിടെയുള്ളവർ വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ ഈ തീയിൻ്റെ തീവ്രതയൊക്കെ നമ്മൾ വീട് കത്തി നശിച്ചു പോയി എന്നുള്ളതല്ലാതെ ലോസ് ആഞ്ചലസ് മൊത്തം അതിൽ പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓരോ ഷോറൂമുകളൊക്കെ എന്ന് പറഞ്ഞാലല്ലേ, ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഭയങ്കര ക്യൂ നിന്നിട്ടൊക്കെയാണ് ചില സമയത്ത് കയറുന്നത്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റി വിടില്ല. കാരണം അത്ര എക്സ്പെൻസീവായിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പം ഇതിലേക്ക് ആളുകൾ കയറിയിട്ട് പിന്നെ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോകാതിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും സേഫ്റ്റിയുടെ പാർട്ടൊക്കെ ആയിട്ട് ഇവർ ഒരു നിശ്ചിത ആളുകളെ മാത്രമാണ് കയറ്റി വിടുകയുള്ളൂ. അതിനുശേഷം അവരിറങ്ങിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള ആളുകളെ കടത്തി വിടുന്നത്. നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ഷോറൂമുകളുണ്ട്. റോഡിയോ ഡ്രൈവ്, ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഈ റോഡിയോ ഡ്രൈവ് കാണിക്കുന്ന മെയിൻ ബിൽഡിങ്ങുകളാണ്. ഈ റോഡിയോ ഡ്രൈവ് അധികമില്ല കേട്ടോ, അത് അവിടം വരെ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുക, നമ്മുടെ ഇന്ത്യ എന്നുള്ള മെയിൻ സെലിബ്രിറ്റീസ്, വേൾഡിൽ നിന്നുള്ള എല്ലാ സെലിബ്രിറ്റീസും ഒക്കെ വരുന്നൊരു സ്ഥലമാണിത്. ഇത് അങ്ങോട്ടേക്കുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രീറ്റ് മെയിനായിട്ട് ഇവിടെ തീരും. ഇതുപോലെ നമുക്ക് ഇവിടെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് വാക്ക് ഓഫ് ഫെയിമിൻ്റെ സ്ട്രീറ്റുകൾ. ആ സ്ട്രീറ്റ് ആണെങ്കിലും അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് നമുക്ക് യാത്ര ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ ഇത്രയും ദൂരത്തിലാണ് ഇവിടുന്ന് ഏകദേശം ഒരു വാക്ക് ഓഫ് ഫെയിമിലേക്ക് 26 മിനിറ്റ് ഉണ്ട് കേട്ടോ. 6 മൈൽ എന്ന് പറയുമ്പോൾ ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. അപ്പോൾ അത്രയും ദൂരത്തിലാണ് നമ്മുടെ ഇവിടുത്തെയുള്ള ഓരോ സംഭവങ്ങളും കിടക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഒരു ഏരിയയിൽ എല്ലാ പരിപാടികളും തീരും അല്ലേ, ആകെ ബൈപ്പാസും നമ്മുടെ ഇതുള്ളൂ. പക്ഷേ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ബാംഗ്ലൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാംഗ്ലൂർ ഞാൻ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ ഒരു എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പോയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ അങ്ങനെയുള്ളതായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ള ഈ മാറി നിൽക്കുന്ന ഓരോ സ്ഥലങ്ങളും ഓരോ നമ്മുടെ ഇന്ത്യയിലെ ആണെങ്കിലും ഓരോ സിറ്റീസിൻ്റെ വലിപ്പമുണ്ട്, ഓരോ ചെറിയ ഏരിയകൾ തന്നെ. അവിടെയുള്ള ഏറ്റവും മേജറായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഓരോ ചെറിയ ഏരിയയിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത.
അപ്പം നമുക്കിനി നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ ഏകദേശം സിറ്റിയുമായിട്ട്. ഇനി ഇതിലും കൂടുതൽ സിറ്റി എനിക്ക് കാണിക്കാനില്ല ഇനി. അപ്പോൾ ഇതാണ് സിറ്റിയുടെ, ലോസ് ആഞ്ചൽസിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഡൗൺ ടൗൺ ബെവർലി ഹിൽസ്. ഇത് രണ്ടും നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഇനിയിപ്പം വാക്ക് ഓഫ് ഫെയിം പോകേണ്ട കാര്യമില്ല. അത് എന്താണ് ശരിക്കും ജസ്റ്റ് ഒരു ഈ ന്യൂസിൽ ഇടം പിടിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ഈ സെലിബ്രിറ്റീസിനൊക്കെ അപകടം പറ്റിയെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വീടുകൾ പോയി എന്ന് പറയുമ്പോൾ ഈ ഏരിയയൊക്കെയാണ് മെയിനായിട്ട് പോയി എന്നൊക്കെ പൊതുവേ ആളുകൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ ഹോളിവുഡ് സൈൻ്റെ അങ്ങോട്ടേക്ക് നമുക്കിവിടെ നിന്ന് അധികം ദൂരമില്ല, 11 മൈലാണ് കാണിക്കുന്നത്. നമുക്ക് അതും വേണമെങ്കിൽ ഒന്ന് പോകുന്ന വഴിയിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ആ ഹോളിവുഡ് സൈൻ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ നിന്ന് അത് ഒരു മലയുടെ ഒരു സൈഡിലാണ്. ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി ഒക്കെ ഉള്ള മലയുടെ പാർട്ടാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കണക്റ്റഡായിട്ട് മലകൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് പാലിസൈഡ് ഫയർ നടക്കുന്ന, നിലവിൽ പാലിസൈഡ് ഫയർ നടക്കുന്ന ഏരിയയിലേക്ക്. അപ്പം നമുക്ക് ഹോളിവുഡ് സൈൻ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പാലിസൈഡിലേക്ക് പോകാനുള്ള സമയമില്ല. ഇപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഏരിയ മുഴുവൻ ലോസ് ആഞ്ചൽസിൻ്റെ ഡൗൺ ടൗൺ സറൗണ്ടിങ് ഏരിയ, ഹോളിവുഡ് ഏരിയ ഒക്കെ നിലവിൽ വളരെ സേഫാണ്. ഇവിടെ ഫയർ ഇല്ല നിലവിൽ. അപ്പോൾ പാലിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് സാന്റാമോണിക്ക ബീച്ചിൻ്റെ സൈഡിലാണ് പാലിസൈഡ് ഫയർ ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മളിനി ഏതായാലും ഡൗൺ ടൗണിൻ്റെ പാർട്ടും ഹോളിവുഡ് ബെവർലി ഹിൽസിൻ്റെ പാർട്ടും കാണിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഏകദേശം ഒരു നോർത്ത് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഹോളിവുഡ് സൈനൊക്കെ ഉള്ള ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി വെസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് പാലിസൈഡ് ഫയർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പാലിസൈഡ് ഫയറിൻ്റെ നിലവിലെ ഇന്നത്തെ സാഹചര്യം നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ബെവർലി ഹിൽസിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് 23 മിനിറ്റ് ഉണ്ട്, 8.5 മൈലുണ്ട്. 8.5 മൈലെന്ന് പറയുമ്പോൾ ഒരു 13-14 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്നും പാലിസൈഡ് ഫയർ നടക്കുന്ന ഏരിയയിലേക്ക്. ഇപ്പോൾ നമ്മൾ ബെവർലി ഹിൽസിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ലോസ് ആഞ്ചലസ് ഡൗൺ ടൗൺ കണ്ടു, ബെവർലി ഹിൽസ് കണ്ടു. അവിടെ നിന്ന് ഒരുപാട് ദൂരത്തിലാണ് ബെവർലി ഹിൽസ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. ഇനി എത്രയോ ദൂരത്തിലാണ് നമ്മുടെ പാലിസൈഡ് ഫയർ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാവാൻ പോകുന്നു. ടയേർഡായി, ബട്ട് സ്റ്റിൽ നമുക്ക് ഇന്നത്തോടുകൂടി ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ലോസ് ആഞ്ചൽസിനെ കുറിച്ച്, അതായത് ഇവിടുത്തെ ഫയറിൻ്റെ ഒരു സ്റ്റാറ്റസ് നിങ്ങളെ അറിയിക്കൽ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു വീഡിയോയോടുകൂടി നിങ്ങൾക്ക് ലോസ് ആഞ്ചൽസിൻ്റെ കംപ്ലീറ്റ്, ഇനി നമുക്ക് ലോസ് ആഞ്ചൽസിൽ പോയി കാണിക്കേണ്ടതായിട്ട്, ഫയറുമായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് പോയി കാണിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു കാഴ്ചകൾ അവസാനിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നമുക്ക് മെയിനായിട്ടുള്ള അപ്ഡേറ്റുകൾ തരാം. പിന്നീട് നമ്മുടെ ട്രിപ്പ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീണ്ടും വരുന്നത്. കണ്ടില്ലേ, ഡൗൺ ടൗണിൽ നമ്മൾ കണ്ട ലോസ് ആഞ്ചൽസിൻ്റെ ഭാഗമല്ല നമ്മളിപ്പോൾ കാണുന്നത്, ഇത് വേറെ ഏരിയയാണ്. അപ്പോൾ ഇത്രയും വലിയ സിറ്റിയാണ് നമ്മുടെ ലോസ് ആഞ്ചൽസ്. നമുക്ക് ഏതൊരു രാജ്യത്ത് ഏതൊരു സിറ്റിയിൽ പോയി താമസിക്കുമ്പോഴും നമ്മൾ അവിടെ നിന്ന് അവരുടെ ശമ്പളവും അവിടുത്തെ വരുമാനവും അവിടുത്തെ ജോലിയും അവിടുത്തെ ഉള്ള ആളുകളായിട്ട് ഇടപെടലും നമ്മുടെ വിനോദവും എല്ലാമായി കഴിയുമ്പോൾ നമ്മൾ ഹൃദയത്തിലേക്ക് കയറും ആ നാടല്ലേ. എനിക്ക് മുമ്പ് ഞാൻ ഖത്തറിലായിരുന്നപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൽ കുറേ നാൾ ജീവിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് നമുക്ക് പോകാനും തോന്നില്ല, എത്ര നല്ലൊരു ഇതാണെന്നുള്ളൊരു വിചാരമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും അതുപോലെ തന്നെയായി ഇവിടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ, ഏതൊരു മനുഷ്യനും അങ്ങനെ ഒരു സാഹചര്യം വരും. നമുക്ക് എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത്, ഇനിയിപ്പോൾ ഇത്രയും സൗകര്യം വേണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ നമുക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെയൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്ന് ജീവിക്കുന്നത്. അപ്പം നമ്മൾ നേരെ മറിച്ച് നമ്മൾ വേറൊരു സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ ജീവിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്ഥലത്തിനോടും അതിയായ ഒരു സ്നേഹം ഉണ്ടാവും. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും നമ്മുടെ സ്വന്തം കേരളം, ആ കേരളത്തിലെ ആളുകൾക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇതുപോലെ ചെയ്യുന്നത്. അപ്പം
നമ്മുടെ നാടിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ മലയാളികളും നമ്മുടെ കേരളവും നമ്മുടെ അഭിമാനമാണ്. അപ്പം നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ ഇവിടുത്തെ ലോസ് ആഞ്ചൽസിൻ്റെ കാര്യങ്ങൾ മാക്സിമം കാണിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ പാലിസൈഡ് ഫയറിൻ്റെ അവിടെ എത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പാലിസൈഡ് ഫയറിൻ്റെ ഏരിയയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഫയർ ഒരു പക്ഷേ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമുക്കതിൻ്റെ എന്തെങ്കിലും ഒരു പാർട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ സ്മോക്ക് വരുന്ന ഏരിയയൊക്കെ ചിലപ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് മനഃപൂർവ്വം കാണിക്കാത്തതല്ല, നമുക്ക് അങ്ങോട്ടേക്ക് ഒരു എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ നമുക്ക് ഫിസിക്കലി നമ്മളവിടെ ചെന്ന് കാണുമ്പോഴുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് കാണുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം വരുമല്ലോ. എനിക്ക് തന്നെ ഞാൻ ഇന്നലെ നമ്മൾ ആ വീഡിയോ ഇട്ടത് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇങ്ങോട്ടൊക്കെ വന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ വലിയൊരു ആശ്വാസമായത്. ഞാനത് വീട്ടിൽ പോയി പറയുകയും ചെയ്തു. കാരണം അതുവരെ നമ്മളും ഈ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വലിയൊരു പേടിയുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ എന്നുള്ളതല്ല, ഇങ്ങനെയാണ് എന്ന് മനസ്സിലായി. അപ്പം നമുക്കത് ഒക്കെ ഒരു വലിയൊരു ആശ്വാസം നമുക്ക് കിട്ടിയിരുന്നു ഇന്നലെ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പലരും ദുബായിലെ റോഡിൻ്റെ അത്രയും നല്ല റോഡുകളല്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടുത്തെ റോഡുകൾ 40-50 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്ന റോഡുകളാണ്. ഈവൻ ഇവിടുത്തെ ഫ്രീ വേകൾ പോലും, ഇത്രയും വലിയ ഫ്രീ വേകൾ പോലും തന്നെയുമല്ല, ഒരുപാട് വണ്ടികളെന്ന് പറഞ്ഞാൽ ലോറികൾ, ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള വണ്ടികൾ അത്രയും കൂടുതലാണ് ഇവിടെ. ഞാൻ ദുബായിൽ നിന്ന് അബുദാബി വരെ ഞാൻ മെയിൻ റോഡിലൂടെ പോയിട്ടുണ്ട്. അപ്പം അതൊരു സൂപ്പർ ഫാൻറ്റാസ്റ്റിക് റോഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ ഞാൻ കൂടുതലും കാണുന്നത് കാറുകളും ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെ ആധിക്യം ഭയങ്കരമാണ്. അപ്പം ഇവിടുത്തെ റോഡുകൾക്ക് ഭംഗി എന്ന് നമുക്ക് പറയുന്നതിലുപരി ഇവിടുത്തെ റോഡുകളുടെ സൗകര്യം നമുക്ക് ഒരിക്കലും കുറവാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതായതല്ലേ, ഇങ്ങനെയുള്ള ഈ റോഡുകളും ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ഫ്രീ വേയിൽ 1, 2, 3, 4, 5, 6 ലൈനുണ്ട്. മറ്റേ റോഡിൻ്റെ പേര് ഷെയ്ഖ് സായിദ് റോഡ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ 1, 2, 3, 4, 5, 6 ലൈനുണ്ട്. അവിടെ 10 ലൈനാണോ എന്ന് എനിക്ക് സംശയമില്ല, ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എന്നാലും ഇവിടെ നിലവിൽ ഈ റോഡുകൾ പോലും പോരാ. പക്ഷേ ഈ റോഡുകളൊക്കെ ഇവിടെ 40-50 വർഷം മുമ്പ് ഉള്ളതാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ ഭൂരിഭാഗം ഏരിയയിലും കോൺക്രീറ്റ് ആയിരിക്കും. കാരണം ഇവിടെ ഐസ് വീഴുന്ന സ്ഥലമല്ല, മഴ, വെള്ളം, അതുപോലെ തന്നെ തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല, കുറേ സ്ഥലത്ത് റോഡുകൾ കോൺക്രീറ്റ് ആണ്. കുറേ പോലീസ് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. കുറേ പോലീസ് വണ്ടികൾ പോകുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പോലീസ് വണ്ടികൾ പോകുമ്പോൾ നമ്മൾ ഒരു സൈറൻ ഇട്ടിട്ടില്ല കേട്ടോ. സൈറൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നിർത്തി കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇങ്ങനത്തെ ഇപ്പം ദുബായിൽ നമ്മൾ പറയുമ്പോൾ ദുബായ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മുടെ പല സ്ഥലത്തും ഇങ്ങനത്തെ 1-2 മേജർ റോഡുകൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ റോഡുകൾ തലങ്ങും വിലങ്ങും ഇങ്ങനത്തെ റോഡുകളാണ് ഇവിടെ. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 3 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു റോഡിലേക്ക് എത്തും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നമുക്ക് ഇത് എവിടെ പോകണമെങ്കിലും നമുക്കൊരു 10-30 കിലോമീറ്റർ ദൂരം നമുക്ക് യാത്രയാണെങ്കിൽ ഏത് ഭാഗത്ത് താമസിച്ച് കഴിഞ്ഞാലും വളരെ നിസ്സാര ഒരു 10-25-30 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. അത് ഫ്രീ വേ ഉള്ള ഏരിയയിൽ മാത്രം വീടെടുത്ത് താമസിക്കണമെന്നില്ല. നമ്മൾ ലോസ് ആഞ്ചലസിൽ എവിടെ താമസിച്ച് കഴിഞ്ഞാലും ഒന്നുകിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൂടെ ഒരു ഫ്രീ വേ പോകുന്നുണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തൂടെ ഒരു ഫ്രീ വേ പോകുന്നുണ്ടാവും. ഇപ്പോൾ കണ്ടോ, നമ്മൾ വേറൊരു ഫ്രീ വേന്ന് വന്ന് മറ്റൊരു ഫ്രീ വേയിലേക്ക് കയറുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. നമ്മൾ ഓരോ ഫ്രീ വേന്ന് മറ്റൊരു ഫ്രീ വേയിലേക്ക് കയറിയാൽ മതി. നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ചെറിയ റോഡുകളിൽ കൂടെ നമ്മൾ പോകേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു സൗകര്യമൊക്കെ നമുക്ക് ഇവിടെ വന്ന് അനുഭവിച്ച് അറിയേണ്ട കാര്യം തന്നെയാണ്. സൂര്യാസ്തമയമായി അവിടെ നമുക്ക് ആ ഗോൾഡൻ കളർ സൺ കാണാം. അപ്പോൾ നമ്മൾ സാന്റാ മോണിക്ക ഏരിയയിലേക്കാണ് പോകുന്നത്. ഇന്നലെ വരുമ്പോൾ നമുക്ക് നല്ല പുക കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏത്
ഫ്രീ വേയിലാണെന്ന് ഞാൻ നോക്കാൻ വിട്ടുപോയി. അപ്പം ഇന്ന് പുക കാണുന്നില്ല. പാലിസൈഡ് ഫയറിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം ഫയറിൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോഡിലൂടെ കാണിക്കുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ് കാണിച്ചിരുന്നത്. അപ്പം ചിലർ കമൻറ്റ് ചെയ്തിരുന്നു റൈറ്റ് സൈഡ് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണിച്ചു കഴിഞ്ഞാലൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇനി എടുത്ത് കാണിക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതേ ബ്രഷ് ഫയർ PCH ടൊപ്പങ്ങ ക്യാനിയൻ ഓൾ ലൈൻസ് ക്ലോസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ലൈനുകൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ ഫ്രീ വേന്ന് പോയിട്ട് നമുക്ക് വേറെ വഴിയെടുത്ത് വേണം പോകാനായിട്ട്. ഇനി പാലിസൈഡ് ഫയറിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ ഫയറിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഇന്നലെ പോയത് 405 ഫ്രീ വേ കൂടിയാണ്. നമ്മൾ ഇന്ന് പോകുന്നത് 10 ഫ്രീ വേ കൂടിയാണ്. കാരണം നമ്മൾ നിന്ന ഏരിയയിൽ നിന്ന് വരുന്ന ഫ്രീ വേ ഇതായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലാണ് പോകുന്നത്. നമ്മൾ പ്രത്യേകിച്ച് വഴി മാറിപ്പോകുന്നതല്ല, ഇത് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഫയറിൻ്റെ ഇത് മൂലം. കണ്ടോ നമുക്കിപ്പോൾ ഒരു 7-10 അതായത് ഒരു മിലിറ്ററി വണ്ടിയാണ് കേട്ടോ കിടക്കുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ടെങ്കിലും ഇവിടുത്തെ പ്രത്യേകം നമ്മൾ 15-20 മിനിറ്റിനുള്ളിൽ അത്യാവശ്യം ഒരു 10-20 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തും പെട്ടെന്ന് എത്തും. 20 മിനിറ്റ് വേണ്ട ചില സമയത്ത്. നമ്മൾ ഇത്തിരി ഹൈ ആയിട്ടുള്ള ഏരിയയിലാണ് ഇവിടെ നിൽക്കുന്നത്. ആ ബീച്ചിലേക്ക് എത്തുമ്പോൾ ഇനി താഴ്ന്നു പോകും. ഇതുപോലെ ചെറിയ പൊക്കവും താഴ്ചയൊക്കെ ആയിട്ടാണ് ഇവിടെയുള്ള ഏരിയ കിടക്കുന്നത്. നേരെ നമുക്ക് കടൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരെ കന്യാകുമാരിയിലൊക്കെ എത്തുന്ന ആ ഒരു അതേ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. കന്യാകുമാരിയിൽ ഇതുപോലെയാണല്ലോ. അപ്പം നമ്മളൊരു ഏകദേശം ഒരു 2-2:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ സമയം 5:10 ഈ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ രാത്രി തുടങ്ങും. അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്ന ഏരിയയുടെ പ്രത്യേകത കൊണ്ടാണെന്നറിയില്ല, നമുക്ക് അധികം ആകാശത്ത് പാലിസൈഡ് ഫയറിൻ്റെ പുക ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. നമുക്ക് മാക്സിമം നമ്മൾ ഇന്നലെ പോയ ഏരിയയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. നേരെ കാണുന്നതാണ് കേട്ടോ സാന്റാ മോണിക്ക പിയർ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോയി നോക്കാം. റൈറ്റ് പോകുന്ന ഏരിയയിലാണ് നമ്മുടെ ഈ പറയുന്ന പാലിസൈഡിൻ്റെ ഏരിയകൾ വരുന്നത്. സാന്റാ മോണിക്ക ബീച്ചാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. സാന്റാ മോണിക്ക പിയറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇന്നലെ നമ്മൾ വരുമ്പോൾ അവിടെ നിന്നൊക്കെ പുകയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പം അങ്ങോട്ടേക്ക് സ്മോക്ക് കാണുന്നില്ല. സാന്റാ മോണിക്ക പിയറിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ടൂറിസ്റ്റുകൾ പോകുന്നുണ്ടോ? നമ്മൾ സാന്റാ മോണിക്കയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലെഫ്റ്റ് പോകാം. സാന്റാ മോണിക്ക പിയറാണ് ഇതാ കാണുന്നത്. നമ്മളിപ്പോൾ പാലിസൈഡ് ഫയർ നടക്കുന്നത് ഇവിടുന്ന് വീണ്ടും ഈ പിയറിൻ്റെ ഇവിടുന്ന് വീണ്ടും നോർത്ത് ഏരിയയിലേക്ക് പോകുമ്പോഴാണ്. നമ്മൾ ഇന്നലെ പോയത് അങ്ങോട്ടേക്കാണ്. പക്ഷെ ഇന്നലെ കണ്ട പോലെയല്ല. ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അധികം സ്മോക്കൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഇവിടെയൊക്കെ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലിസൈഡ് ഫയർ തുടങ്ങിയത് ഇവിടെയാണ്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് 11% ആയിരുന്നു ഇവർക്കത് ഇത് കണ്ടെയ്ൻമെൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ എത്രത്തോളം വെളിക്കോടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. ഇപ്പോൾ എത്രത്തോളം കണ്ടെയ്ൻമെൻ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം. ഇതൊക്കെ ലോസ് ആഞ്ചൽസ് ആണ് കേട്ടോ. അപ്പോൾ ലോസ് ആഞ്ചൽസ് മൊത്തം പോയി എന്ന് പറയുന്നവർ അറിയാൻ വേണ്ടിയിട്ടാണ്. അവരോട് നമുക്ക് വേറെ കാരണം ഇവിടെ കണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതും അവിടെ ഇരുന്ന് ന്യൂസുകൾ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. കുറേ ബിൽഡിങ്ങുകൾ നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി ബിൽഡിങ്ങുകൾ കത്തിപ്പോകുമ്പോൾ ഏതൊരാൾക്കും പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ മൊത്തത്തിൽ ഒരു ഏരിയ പോയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ ബിൽഡിങ്ങൊക്കെ നോക്കി എന്ത് രസമല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വിടുന്നില്ല കേട്ടോ.
ഇതുവരെയും റോഡ് ഓപ്പൺ ആക്കിയിട്ടില്ല അങ്ങോട്ടേക്കുള്ള. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോകണം. ഇന്നലെ പോയത് നമ്മളിങ്ങനെയാണ്. ഇനി അപ്പുറം പോയിട്ട് ലെഫ്റ്റ് എടുത്ത് പോകാൻ ശ്രമിക്കാം. ഇനി നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാക്സിമം ലെഫ്റ്റ് എടുത്ത് പോവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ എത്താൻ പറ്റുന്നിടത്ത് നിന്നിട്ട് നമുക്ക് മാക്സിമം ഇതിൻ്റെ നിലവിലെ സാഹചര്യം ഒന്ന് അറിയുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്ന റോഡിലൂടെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇവിടെ ബാരിക്കേഡ് വെച്ചേക്കുന്നുണ്ടോ. പസഫിക് കോസ്റ്റൽ ഹൈവേയിലേക്ക് നമ്മൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നേരെ പാലിസൈഡ് ഫയറിൻ്റെ താഴെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അകത്തൂടെയുള്ള വഴിക്ക് പോയിട്ട് മാക്സിമം അതിനോട് ചേർന്നുള്ള ഏരിയയിലേക്ക് പോകാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ ആ റോഡിലേക്ക് കയറി കേട്ടോ. നമുക്ക് ശ്രമിക്കാം ഇന്നലെ പോയ പോലെ വീണ്ടും ഈ റോഡിൽ കൂടെ പോകാൻ പറ്റുമോ എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അന്ന് ഞായറാഴ്ചയല്ലേ, പിന്നെ ഈവനിങ് ആണ്. നല്ല രസമായിരിക്കും ഇറങ്ങി നടക്കാൻ. കാര്യം പോകാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം നിലവിലിവിടെ കത്തിപ്പോയത് ഇത്രയും സ്ഥലങ്ങൾ ഇതിനി കത്തിപ്പോയി അവിടെ ഇതായിട്ടങ്ങ് തീരുന്നൊരു സാഹചര്യവുമില്ല. ഇവിടെ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. പിന്നെ പല ഓർഗനൈസേഷൻസ് ഇവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർക്ക് ഇൻഷുറൻസ്, കുറേ ആളുകൾക്ക് ഇൻഷുറൻസ് കിട്ടും. അങ്ങനെ ഇത് അധികം താമസിയാതെ വീണ്ടും നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ഈ കത്തിയ ഏരിയകൾ വരും കേട്ടോ. അപ്പോൾ അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതുകൊണ്ട് ഇവിടെ തീർന്നു പോകുന്ന ഒരു സിറ്റുവേഷനില്ല. യെസ്, വീണ്ടും നമ്മൾ ഇന്നലെ തിരിച്ചുവിട്ട ഏരിയയിലേക്ക് എത്തി. ഇവിടുന്ന് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ തിരിഞ്ഞു പോയായിരുന്നു. പക്ഷെ നേരെ നോക്കുമ്പോൾ ഇന്ന് പുകയൊന്നും മുകളിൽ കാണുന്നില്ല. മലയുടെ മുകളിൽ ആ സൈഡാണ്, ആ മല കാണുന്ന സൈഡിലാണ് ഫയർ നടന്നിരുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് വണ്ടികൾ വിടുന്നില്ല എന്നും. പക്ഷേ ഇന്ന് ഇവിടെ നമുക്കൊരു ഭീതികരമായ അന്തരീക്ഷം കാണാനില്ല. ഇന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഞായറാഴ്ച വൈകുന്നേരം 5:30 നാട്ടിലെ തിങ്കളാഴ്ച രാവിലെ 7 മണിയായിട്ടുണ്ട്. നമ്മൾ അൾട്ടഡീനയിൽ പോയ പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് അവിടെ ഫയറുണ്ട്, ലെഫ്റ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല. വീണ്ടും നമ്മൾ ഫയറുള്ള ഏരിയയിൽ പോയിട്ട് കാണിച്ചില്ല, വേറെ ഏരിയ കാണിച്ചു എന്ന് നിങ്ങൾ പറയരുത്. ഫയർ കാണുന്ന ഏരിയയിൽ നമുക്ക് കിട്ടുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയ മാക്സിമം നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓരോ പോയിൻറ്റും ഇനി നമ്മൾ കാണിക്കുന്നില്ല. ഇതുണ്ടോ, അവിടെ ലെഫ്റ്റിലൊക്കെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ലെഫ്റ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് പോലീസുകാർ നിൽക്കുകയാണ്. ഒരു വണ്ടി പെട്ടെന്ന് വന്നിട്ട് പോയിട്ടോ, പോലീസ് വണ്ടി ആണെന്ന് തോന്നുന്നു. അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, അവിടെ മറ്റേ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെയും ഈ ഏരിയ കാണിച്ചിരുന്നു കേട്ടോ. കുറച്ച് പ്രസ്സുകാരൊക്കെ വന്ന് നിൽക്കുന്ന ഏരിയയാണിത്. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയറിൻ്റെ പോസ്റ്റിലേക്ക് പോകുന്ന സ്ഥലമാണെന്ന് സംശയമുണ്ട്. അത് പ്രസ്സുകാരൊക്കെ അവിടെ നിൽക്കുന്നതാണ്. ഇന്നലെ വന്നപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ആളുകളുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ ഒരുപാട് പുക കാണായിരുന്നു കേട്ടോ. ശരിക്കും ഇന്ന് അത് കാണുന്നേ ഇല്ല ഈ ഏരിയയിൽ. മിക്കവാറും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ദൂരേക്ക് മാറിപ്പോയിട്ടുണ്ടാവും ഈ ഒരു ഫയർ. യെസ്, ഇവിടെ മീഡിയയുടെ വണ്ടി KTLA5 നമ്മുടെ ലോസ് ആഞ്ചൽസിൻ്റെ ഒരു ചാനലാണ്. അവരുടെ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഈ ഇത് തിരിഞ്ഞ് ഇങ്ങനെ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ സ്ട്രെയിറ്റ് നല്ല പുകയുണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. നമ്മളപ്പം പാലിസൈഡിൻ്റെ ഫയർ ഏരിയ കത്തി തീർന്നിട്ടോ അതല്ലെങ്കിൽ ഇവർ കത്തി അത് എന്താ പറയുന്നത് ക്ലിയർ ചെയ്തിട്ടോ എങ്ങനെയോ ഈ ഏരിയയിൽ നിന്ന് മാറിയിട്ടുണ്ട് ഏതായാലും. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 50 മൈൽ, ഏകദേശം ഒരു 80 കിലോമീറ്ററോളം പോയാലാണ് അടുത്ത ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ മാപ്പിൽ കാണിക്കുന്ന പ്രകാരം ആവുള്ളൂ, കാണാൻ പറ്റുള്ളൂ. ഈ ഏരിയയൊക്കെ നമ്മൾ ഇന്നലെ വരുമ്പോൾ ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണെങ്കിലും ഇവിടുന്ന് നോക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഫയർ അവിടെ സ്ട്രെയിറ്റ് കാണാമായിരുന്നു. നമുക്കിപ്പോൾ ഇതിൽ അങ്ങോട്ട് പോയിട്ട് ഇനിയും അവിടെ ഇനിയിപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് തന്നാൽ പോലും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാത്ത രീതിയിലാണ് നമുക്ക് ഇവിടുന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു കാണുന്നത്. മറ്റേ നമുക്ക് ആ ഫയറിൻ്റെ ഒരു ഇത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്കെന്തായാലും ഇന്നത്തോടുകൂടി ഈ ഒരു ഫയറിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി നമുക്ക് ഈ ഒരു കറക്കം നമുക്ക് അവസാനിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട്
ഒരു 80 കിലോമീറ്റർ പോയിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്കൊന്ന് അത് പോയി കാണാൻ പറ്റുമെന്ന് നോക്കാം. അവിടുത്തെ സാഹചര്യം ഒന്ന് നേരിട്ട് കാണിക്കണമെന്നുണ്ട്. കാരണം നമ്മൾ തീ ഇല്ലാത്തടത്തു കൂടിയാണ് പോകുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ തീ അന്വേഷിച്ച് നടക്കുന്നൊരവസ്ഥയാണ്. എന്തായാലും നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഈ പറയുന്ന സാന്റാ മോണിക്ക ബീച്ചിൻ്റെ ഏരിയയിലാണ്. ബീച്ചിൻ്റെ ഏരിയ നമ്മളിപ്പോൾ കുറച്ചിങ്ങോട്ട് പോകുന്നു. ഇതാ സാന്റാ മോണിക്ക ബീച്ചിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെയായിരുന്നു പാലിസൈഡ് ഫയർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി വീണ്ടും ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഈ സൈഡിൽ കൂടെ കയറി വരാനാണ് നോക്കുന്നത്. പാലിസൈഡ് ഫയർ ഇതായി കാണിക്കുന്നതാണ്. പാലിസൈഡ് ഫയർ ഇതായി കാണിക്കുന്നതാണ്. ഇതുണ്ട്, ഇവിടെയാണ് പാലിസൈഡ് ഫയർ കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കറങ്ങി വരണം. അത് മൊത്തം നമ്മൾ എത്ര ദൂരം കവർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 42 മിനിറ്റ്, അതായത് 28 മൈൽ നമുക്ക് പോയിട്ട് വേണം അവിടെ എത്താനായിട്ട്. 28 മൈൽ എന്ന് പറയുമ്പോൾ 30 മൈൽ എന്ന് പറയുമ്പോൾ 18, ഏകദേശം ഒരു 50 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാതായാലും. നമ്മളിപ്പോൾ 405 ഫ്രീ വേയിലേക്കാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെയും ഇതിൽ തന്നെയാണ് പോയിരുന്നത്. ഫ്രീ വേയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മളൊരു സ്പീഡ് കൂട്ടി എന്ന് പറയുന്ന ഫ്ലൈറ്റൊക്കെ പറക്കാൻ നേരത്തെ പോകുന്ന ആ ഒരു രീതിയിലേക്ക് കയറണോട്ടെ, എന്നാലാണ് നമ്മൾ ഇവിടുത്തെ ആ ഒരു സ്പീഡായിട്ട് മാച്ച് ആവുകയുള്ളൂ. നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ മലകൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഗെറ്റി സെൻറ്ററൊക്കെ ഇരിക്കുന്ന ഏരിയ. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 50 കിലോമീറ്റർ പോയിട്ട് ഇനി വീണ്ടും അറിയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇത്രയും ടയർഡായി ഇത്രയും സമയം കഴിയുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ പിന്നെ റോഡുകൾ നല്ലതായതുകൊണ്ട് നമുക്ക് ഒരു ഈ 80 കിലോമീറ്റർ നമുക്ക് ഒരു 45 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. 50 കിലോമീറ്റർ നമുക്ക് 45 മിനിറ്റ് കൊണ്ടൊക്കെ എത്താൻ പറ്റും. നമ്മൾ ഇതുവരെ വന്നത് 405 ഫ്രീ വേ കൂടിയാണ്. അവിടെ നിന്ന് ഒരു എക്സിറ്റ് എടുത്ത് പിന്നെ വീണ്ടും ഇപ്പോൾ നമ്മൾ 105 ഫ്രീ വേയിലേക്ക് കയറുവാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഫ്രീ വേകൾ ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഓരോ സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തി ചെല്ലാൻ പറ്റുന്നത്. ഇനിയും നമുക്ക് ഇവിടുന്ന് 25 മിനിറ്റ് പോകാനുണ്ട്. 17 മൈലിലൂടെ നമുക്ക് പോകാനുണ്ട്. ശരിക്കും ടയേർഡായി, ഒന്ന് കാലൊക്കെ നിവർത്തുകയാണ്. കാരണം ഏകദേശം ഒരു 4 മണിക്കൂർ നമ്മൾ കാറിൽ തന്നെ ഇരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു 7-Eleven കയറി. ഇതുണ്ടോ 7-Eleven മോസ്റ്റ്ലി എല്ലാ 7-Eleven ഇന്ത്യക്കാരായിരിക്കും. അപ്പം 7-Eleven സാധാരണ ബാത്റൂം യൂസ് ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പുള്ളി കീ തന്നു. ഇവരുടെ ഓഫീസിലാണ് ബാത്റൂം. അപ്പോൾ നമ്മൾ ബാത്റൂം യൂസ് ചെയ്തു തിരിച്ചു വന്നു. അപ്പോൾ പുള്ളി കുറച്ച് നേരം വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ഒന്ന് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കോഫിയും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെ വളരെയധികം സഹായിച്ച ഒരു ഭായി ഉണ്ട്. അദ്ദേഹം പേരെന്താ ബ്രദർ? വാട്ട്സ് യുവർ നെയിം? സോറി, My name is Navneet Grover. നവ്നീത് ഗ്രോവർ. അപ്പം എന്താ നമ്മൾ ഇന്ത്യക്കാർ എവിടെ ചെന്നാലും നമ്മൾ ഇന്ത്യക്കാരെ കാണുമ്പോൾ ഒരു സ്നേഹമുണ്ട് കേട്ടോ. അപ്പം വളരെ സന്തോഷമായി. നമ്മളിങ്ങനെ ഒരു ചായയും ഒരു ടെക്കി ടോസ്റ്റും മേടിച്ചു. അപ്പോൾ ഇനി നമുക്കിനി പോകാം. താങ്ക് യു സോ മച്ച്. കുറേ സമയം ഞാനവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. കാരണം എനിക്ക് അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ സമയം 7 മണിയായി. ഇവിടെ ടൊപ്പാങ്ക ക്യാനിയൻ ക്ലോസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും. നമുക്ക് പോയി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ റൂട്ട് എടുത്ത് പോകണം. അതല്ലേ നമ്മൾ തിരിച്ചു പോകേണ്ട ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ വഴിയും കൂടെ നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്കിനി അതിൻ്റെ ആ ഭാഗത്തൂടെ പോകാൻ പറ്റിയ വേറെ ഏരിയ ഇല്ല. നമ്മളിപ്പോൾ ഈ പറയുന്ന വീണ്ടും കുന്നുള്ളൊരു ഏരിയയുടെ അങ്ങോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഏരിയയിലേക്കാണ്. ഇങ്ങോട്ടേക്ക് അധികം റെസിഡൻഷ്യൽ ഒരിത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കണ്ട ഈ വണ്ടിയൊക്കെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നുണ്ടോ? അങ്ങോട്ടേക്കൊക്കെ വീടുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടുതലും കുറച്ച് കുന്നും മലകളും ഫോറസ്റ്റ് പോലെയുള്ളൊരു ഏരിയ ആണ് തോന്നുന്നത്. നമ്മളപ്പം ഈ കുന്നിൻ്റെ ശരിക്കും ഈസ്റ്റ് സൈഡിൽ നിന്ന് ആണ് നമ്മൾ വന്നത്. ഇപ്പോൾ അതിൻ്റെ വെസ്റ്റ് സൈഡിലെത്തി നിൽക്കുകയാണ് നമ്മൾ.
ഇതിന് രണ്ടിൻ്റെ ഇടയിലാണ് ഈ കുന്ന്. മിക്കവാറും ഈ കുന്നിൻ്റെ ഏതെങ്കിലും ഒരു ഈ കുന്നെന്നല്ല, ഈ ഒരു ഫോറസ്റ്റ് ഇത്തിരി വലിപ്പമുണ്ട്, ഇതിൻ്റെ ഏതെങ്കിലും ഏരിയയിലായിരിക്കും ഫയർ നടക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ വീടുകൾ കാണാം. ശരിക്കും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വലിയ കുന്നുകളും ഒരുപാട് വീടുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങോട്ട് ഫയർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുന്നുണ്ട്, മലയുടെ ഇടവിട്ട് ദൂരെയാണ് വീടുകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെയുള്ളൊരു സ്ഥലത്തിൻ്റെ രൂപമല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ഇത് ശരിക്കും നല്ല നമ്മൾ മലയുടെ ഇടയ്ക്കൂടെ പോകുന്ന ഒരു വഴി പോലത്തെ ഒരു വഴിയാണ്. അപ്പം ഒത്തിരി വലിയ വീടുകൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം പാലിസൈഡ് ഫയറിൻ്റെ തുടങ്ങിയിരിക്കുന്ന ആ കുന്നിൻ്റെ സീ സൈഡിൽ നിന്ന് മാറി കര സൈഡിലേക്കുള്ള എൻഡ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നത് സീ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ മേളിലൊക്കെ വീടുകൾ കണ്ടില്ലേ. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ലോസ് ആഞ്ചൽസിൻ്റെ പാർട്ടാണെന്ന് തന്നെ സംശയം തോന്നുന്നു. ലെഫ്റ്റ് സൈഡിൽ മല, പിന്നെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇടയ്ക്കൊരു വീടുകൾ കണ്ടില്ലേ. പിന്നെ പക്ഷെ അതുപോലെ ഇത് അങ്ങോട്ടേക്ക് വീടുകളുണ്ട്. എന്താ ഇത് ഇങ്ങോട്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങോട്ടും താമസിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പെട്ടെന്ന് തിരിച്ചെടുത്തു കേട്ടോ. കാരണം അവിടെ റോഡ് ക്ലോസ് ചെയ്തേക്കാണ്. അവിടെ വണ്ടികൾ സ്റ്റോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, പോലീസ് വണ്ടികളുണ്ട്. നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്നാണ് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെയുള്ള ആ ഒരു കണ്ടെയ്ൻമെൻറ്റ് 11% നിന്ന് 13% കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തീൻ്റെയോ പുകയുടെയോ യാതൊരു ലക്ഷണവും കാണാൻ പറ്റുന്നില്ല. കാരണം മലകളാണ്. കാണിച്ചു തരാം. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ മലയാണ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ആ തീയുള്ള ഭാഗം കാണാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു മലയുടെ ഏരിയയിലേക്കായിട്ട് പോയതായിട്ടാണ് നമുക്ക് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. തന്നെയല്ല, നമ്മളിപ്പോൾ പാലിസൈഡ് ഫയറിൻ്റെ രണ്ട് സൈഡിൽ നിന്നും എന്താ പറയുന്നത്, ഈസ്റ്റ് സൈഡിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ നിന്നും ഒക്കെ വാച്ച് ചെയ്തു, റൗണ്ടായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 70% നമ്മൾ റൗണ്ട് ചെയ്തു എന്ന് പറയാം. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു ഫയറിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുന്നില്ല. ഫയറില്ല എന്നല്ല, ഫയറിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ കൂടുതൽ ഈ പറയുന്ന പോലെ കാടും മലകളും ഉള്ള ഏരിയയിലേക്കായിരിക്കും. ലോസ് ആഞ്ചൽസിൻ്റെ ഹാർട്ട് ഓഫ് ദ ലോസ് ആഞ്ചൽസിൽ നിന്ന് വിട്ട് കുറച്ചുകൂടെ എന്താ പറയുന്നത് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റതും സാന്റാ മോണിക്കയോട് ചേർന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവിടെ നിന്ന് വീണ്ടും ഒരുപാട് ദൂരേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ നമ്മളുടെ ഈ ഒരു ഇത് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വലിയൊരു അന്വേഷണമായിരുന്നു എവിടെയാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയാനുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല. തന്നെയുമല്ല, സമയം ഇപ്പോൾ 7:20 ഇവിടെ ഓൾറെഡി സാധാരണഗതിയിൽ തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ പൊതുവെ വീട്ടിലേക്കാവും. പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫയർ നടക്കുന്ന സമയമായതുകൊണ്ട് ഇവിടെ ആളുകൾ ഈ റോഡിലൊക്കെ തീരെ കുറവാണ്. അതല്ലെങ്കിലും ഈ ഏരിയ ഇങ്ങനത്തെ ഒരു റോഡ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപക്ഷെ ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ അല്ല, ഒരു ലോകമാണ്. അപ്പോൾ നമുക്കിത് ഇന്നലെ നമ്മൾ ഫുള്ള് കറങ്ങി, ഇന്നും ഇപ്പോൾ നമ്മൾ വലിയൊരു കറക്കം കറങ്ങി. ഇന്നലെയും നമ്മൾ വലിയൊരു കറക്കം കറങ്ങി, പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ല. നമ്മൾ കൂടുതൽ ഫ്രീ വേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സറൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡൗൺ ടൗൺ എല്ലാം കറങ്ങി. അപ്പോൾ എന്നിട്ട് പോലും നമുക്ക് ആ ഒരു ഫയറിൻ്റെ ഏരിയയിലേക്കോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മളൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ആ കാണുന്നതൊക്കെ ലോസ് ആഞ്ചൽസാണ്. അപ്പം നമ്മളിപ്പോൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മല നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്ന ഫയർ നടക്കുന്ന ഏരിയയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ടോപ്പങ്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പോലീസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിച്ച് നിങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കില്ല. അതല്ലെങ്കിലും നിയമവിരുദ്ധമായിട്ട് നമുക്കങ്ങനെ പോയി അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ലോസ് ആഞ്ചൽസ്
ഇത്രയും കറങ്ങിയിട്ടും നമുക്ക് എന്താ പറയുന്നത് അതിൻ്റെ അടുത്ത് പോയി നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം ഇത് എന്താണെന്നുള്ളത് നമ്മുടെ ഒരു വ്യൂവിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് സാരമില്ല. നമുക്ക് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ഇന്നത്തെയും യാത്രയുമായിട്ട് ബന്ധപ്പെട്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കിവിടുത്തെ നിയമപാലകരെയും അതുപോലെ തന്നെ ഈ രക്ഷപ്പെടുത്തുന്നവരെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിച്ച് നമ്മളൊരു സ്ഥലത്തേക്ക് കടന്നു പോകും, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ സമയം 7:30 ആയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 7:30 അപ്പോൾ നിങ്ങൾക്ക് അവിടെ തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും മിനിമം, ഏറ്റവും മിനിമം എനിക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് എത്താനായിട്ട്. നമുക്കൊന്ന് വച്ച് നോക്കാം. ഇവിടുന്ന് നമുക്ക് 41 മൈലുണ്ട്. 41 മൈലെന്ന് പറയുമ്പോൾ 64 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മൾ 40 മിനിറ്റ് കൊണ്ട് എത്തും. എന്തായാലും അത് വലിയൊരു കാര്യമായി. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും. അപ്പോൾ 9 മണി എന്നുള്ളത് 10 മണിയാവും നാട്ടിൽ. അതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വേണ്ടി വരും ഇതൊന്ന് എഡിറ്റ് ചെയ്തിടാനായിട്ട്. പ്രോബബ്ലി നിങ്ങൾ നാട്ടിലെ 2 മണിക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അതുവരെയുള്ളൊരു അപ്ഡേറ്റാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.